കരുവാരക്കുണ്ടെന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്നു. ഈ ക്ലാസുകൾ നിങ്ങൾ കേട്ടു. ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാനിനി ഇതനുസരിച്ചേ ജീവിക്കോ, നഷ്ടമുണ്ടാവില്ല രണ്ട് ലോകത്തും, ഉറപ്പാണ്. ദുനിയാവിൽ നഷ്ടമില്ല, ആഖിറത്തിലും നഷ്ടമില്ല. നേരെ മറിച്ചോ, ഒരു വക്കത്തിരുന്ന് റബ്ബിനെ ആരാധിക്കുന്നവരുണ്ട്. സൂറത്ത് ഹജ്ജ് 18-ാമത്തെ വചനം 11-ാമത്തെ വചനം സൂറത്ത് ഹജ്ജിന്റെ 11-ൽ അല്ലാഹു പറയാണ്, ഒരു വക്കത്തിരുന്ന് റബ്ബിനെ ആരാധിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വല്ല അനുഗ്രഹവും ഉണ്ടായാൽ അവരുടെ മനസ്സ് സമാധാനമടയുന്നു. നേരെ മറിച്ച് വല്ല ശർറും ബാധിച്ചാലോ, ചില ആളുകൾ പരീക്ഷണം ഉണ്ടാവുമ്പോഴേക്ക് ഒരു പരീക്ഷണം ഉണ്ടായാല് ഔലിയാക്കളുടെ 25 കൊല്ലം ആമിനത്താത്ത തഹജ്ജുദ് നിസ്കരിച്ച് കുട്ടികളെ ചോദിച്ചു, അല്ലാഹു കൊടുത്തില്ല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അപ്പൊ CM അടവൂർ അതിലൂടെ നടന്നു പോയപ്പോ ചോദിച്ചു, കുട്ടിന് വേണോ? 25 കൊല്ലം തൗഹീദിൽ ജീവിച്ച ആമിനത്താത്ത ആ സെക്കൻഡിൽ ഇസ്ലാം എന്ന് പുറത്തി. ആലോചിച്ച് അതാ പഠിപ്പിച്ചു കൊടുക്കണേ നമ്മുടെ ഉസ്താദ്മാര്. തൗഹീദ് ഉള്ളവർ എങ്ങനെയാണ് ശിർക്കിലെത്തേണ്ടതെന്ന് പഠിപ്പിക്കാൻ പണ്ഡിതന്മാർ ആവശ്യമുണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടാകും എന്നല്ല പറയാ, അങ്ങനെ ഉണ്ടാവും. തിന്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുണ്ടാവും. എത്ര വേദനാജനകമായ കാര്യമാണല്ലേ. എവിടെയാ അതുള്ളത്? ഒട്ടക്കണക്ക അല്ല. 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 41-ാമത്തെ വചനം, വജഅൽനാഹും അഇമ്മത്തൻ യദഊന ഇലന്നാർ. ഒന്ന് അർത്ഥം വെച്ച് നോക്ക്. നരകത്തിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരാക്കി അവരെ ഞാൻ. അപ്പൊ നരകത്തിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരുമുണ്ട്. പിന്നെയോ വജഅൽനാഹും അഇമ്മത്തൻ യദഊന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. 21-ാം അധ്യായം 73-ാമത്തെ വചനം അംബിയ എന്ന അധ്യായത്തിൽ അംബിയാക്കളുടെ ചരിത്രം പറഞ്ഞിട്ട് പറയാണ്, ഇവരൊക്കെ നിങ്ങളുടെ റോൾ മോഡലാണ്, സ്വന്തം ഇഷ്ടം പറയാത്തവരാണ്. എന്തൊക്കെയാണ് പുണ്യകരം എന്ന് വഹി അനുസരിച്ച് പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ആ ആളുകളെ നരകത്തിലേക്ക് വിളിക്കുന്നവരുണ്ട്, സ്വർഗത്തിലേക്ക് വിളിക്കുന്നവരുണ്ട്. നമ്മൾ ഉറപ്പ് വരുത്തുക, നമ്മൾ ആളുകളെ നരകത്തിലേക്ക് വിളിക്കുന്നില്ല. ഓരോ പ്രബോധകരും ഓരോ പ്രഭാഷകരും. അതാണ് ഇനിയുള്ള കാലം. അത്ര സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. 18-ാം അധ്യായം ഇന്നലെ നമ്മൾ ഓതിയ സൂറത്ത് ഖാഫ് 7-ാമത്തെ വചനം. അതിലല്ലാഹു പറയാ, തീർച്ചയായും ഈ ഭൂമുഖത്തുള്ളതിനെ നാം ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു. ഈ ഭൂമുഖത്തെ പളപളപ്പ്. നമ്മൾ ടൂർ പോകുന്നു, നമ്മൾ യാത്ര പോകുന്നു, അത്ഭുതങ്ങൾ കാണുന്നു, പർവ്വതത്തിൽ കയറുന്നു, പച്ചപ്പ് ആസ്വദിക്കുന്നു. നമ്മൾ അതൊക്കെ ക്യാമറയിൽ പകർത്തുന്നു. അന്ന് പറയാ അതൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യരെ ഇതൊക്കെ നൽകിയത് ഇവിടെ കണ്ട് അർമാദിക്കാനല്ല. പിന്നെ നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നത് എന്ന്? അതെ, നോക്കൂ നിങ്ങൾ. ഖുർആൻ 18-ാം അധ്യായം തന്നെ അടുത്ത വാചകം 18-ാം അധ്യായം 46-ാമത്തെ വചനം. അതിൽ പറയുന്ന അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ദുനിയാവിലെ അലങ്കാരമാണ്. അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, സത്കർമ്മങ്ങളാണ് ബാക്കിയാകുക. അല്ലെ, ഫമൻ കാന യർജൂ ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. 18-ാം അധ്യായം 110-ാമത്തെ വചനം. അധ്യായം അവസാനിക്കുക. 110-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? ഫമൻ കാന യർജൂ ലിഖാ റബ്ബി, അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ സുകൃതങ്ങൾ ചെയ്യട്ടെ എന്നാ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ, രോഗികൾക്ക് ശമനം നൽകട്ടെ, അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുക്കട്ടെ, ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ കിടക്കുന്നവർക്ക് കമ്പിളി പുതപ്പ് കൊടുക്കട്ടെ, മെഡിക്കൽ കോളേജിൽ കഞ്ഞി വിതരണം ചെയ്യട്ടെ. നന്മകളുടെ ഒരുപാട് തുലാസുകളിൽ കനം തൂങ്ങി അല്ലാഹുവിന്റെ മുമ്പിൽ അവർ എങ്ങനെ വരണം? തുൽഖദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനം. ആർക്കുള്ളതാ പരലോകം? ദുനിയാവിൽ താൻപോരിമ നടിക്കാത്ത, ഫഖ്ർ നടിക്കാത്ത, അഹങ്കാരം നടിക്കാത്ത, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾക്ക്. ഒരുപാട് ഫസാദുകളുടെ നടുവിലാണ് അവിടെ ജീവിക്കുന്നത്. പണ്ഡിതന്മാർ പോലും പ്രസംഗിക്കാൻ പോണ ഫസാദ് ഉണ്ടാക്കാൻ. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാൻ പോണില്ല. ഞാൻ പറയുന്നത് ഓർക്കണ്ടേ. 3 മണിക്കൂർ 4 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞാനൊരു 3 ഖുർആനായത്തെങ്കിലും. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരാൾ മറുപടി പറഞ്ഞു മംഗലാപുരത്ത്. നിങ്ങളുടെ നാട്ടുകാരൻ ഇവിടെ അടുത്ത് മമ്പാട്ടുള്ളൊരു അവിടെ 3 മണിക്കൂർ വന്ന് പ്രസംഗിച്ചിട്ട് ഒരായ തോന്നുന്നുണ്ടോ എന്ന് 3 മണിക്കൂർ ഞാൻ കേട്ടുനോക്കി ലൈവിലിരുന്നു. ഒരു ഖുർആനിക വചനം സുഹൃത്തുക്കളെ പൂർത്തിയായിട്ട് ഓതാൻ ഒരു ഖുർആനിക വചനം
ലോകത്തിന്ന് എന്തൊക്കെയോ നിർവഹിക്കുന്നു. അള്ളാഹു പറയാണ് ഒരു സദസ്സിനെ കിട്ടിയാല്, അള്ളാഹു പറഞ്ഞൊരു വാചകം, അള്ളാഹു പറയാണ് ഒരു സദസ്സ് കിട്ടിയാൽ ഒരു പ്രബോധകൻ ചെയ്യേണ്ടത് എന്താണ്? വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആയത്തുകൾ ഓതി കേൾപ്പിച്ചോ അവന് ഈമാൻ വർദ്ധിക്കും. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഇവിടെ അള്ളാഹു പറയുന്ന 8-ാം അധ്യായം 2-ാമത്തെ വചനം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹി യതവക്കലൂൻ. ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നതാണ്. അപ്പൊ ആയത്താണ് ഓതേണ്ടത്. ഈ സദസ്സിന് കിട്ടിയിട്ട് എനിക്കൊരു 10 ആയത്ത് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു പ്രബോധകനല്ല എന്നാണ് പറയും. ഉഖാദയിലും ദുൽമജാസിലും മജന്നായിലും ആയത്തുകളെ കൊണ്ട് റസൂൽ പ്രകമ്പനം കൊള്ളിച്ചു. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഏത് വിട്ടാ പറ്റൂല? ഏത് വിട്ടാ പറ്റൂല? ഈ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിച്ചുള്ള പ്രസംഗം അത് നാട്ടിൽ നടക്കരുത്. കേരളത്തിലും ഉണ്ട് അങ്ങനെ കുറെ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ ഇന്നുമുണ്ട്. അതെ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു നാട്ടിൽ പോയി, കാസർഗോഡ് ജില്ലയിൽ. അവിടുത്തെ അമ്പല കമ്മിറ്റിന്റെ പെർമിഷൻ വേണം ആർക്ക്? നമുക്ക് പ്രസംഗിക്കാൻ. അവിടുത്തെ സുന്നി മഹലിന്റെ പെർമിഷൻ വേണം ആർക്ക്? നമുക്ക് പ്രസംഗിക്കാൻ. പോലീസുകാർ പെർമിഷൻ നൽകിയിട്ട് കാര്യമല്ല. ഇവരെ രണ്ടുപേരെയും പോലീസുകാർക്ക് പോലും പേടിയുള്ള ഒരു നാട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ മൈത്രയാ പണ്ടത്തെ? അല്ല, മൈത്ര ഇന്ത്യ പെട്ടതല്ല, അറിയില്ലേ പണ്ട്? അതെ, അത് അങ്ങനത്തെ നാട്, സ്വച്ഛാധിപതികളുടെ നാട്, നാടുവായി തമ്പുരാക്കന്മാരുടെ നാട് ഇന്നും ലോകത്തുണ്ട്. ഖാദയിലും മുൽമജാസിലും മജന്നായിലും മുത്തുനബി ഖുർആൻ ഓതിയപ്പോ നബിയുടെ വായ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഖുർആൻ ഓതുന്നിടത്ത് ബഹളമുണ്ടാക്കിക്കോടി, കൂക്കിക്കോടി. അപ്പൊ അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയത് ഏതാ? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഓത്താണ്, പാരായണമാണ്. അത് ഓതിക്കൊണ്ടുള്ള നന്നാക്കലാണ്. അതേ 41-ാം അധ്യായം 26-ാമത്തെ വചനമാണ്. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഈ ഖുർആൻ ഓതുന്നിടത്ത് കൂക്കിക്കോടി. അതുകൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സമ്മേളനം, അതിന്റെ അകമ്പടിയോടുകൂടി നടക്കപ്പെടുന്ന ഒരു സമ്മേളനം. ഇനി ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട്, ചെറുപ്പക്കാരോട്, ഈ പ്രസംഗം നാളെ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരോട് ഞാനൊരു ചോദിച്ചോട്ടെ. നമ്മൾ 23 കഴിയാൻ പോകും. ഈ 23, അതായത് ജാനുവരി 1, എല്ലാ ജാനുവരി 1-നും ഒരു പ്രഭാഷണം കൊടുക്കാറുണ്ട്. എനിക്ക് മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യം, എല്ലാ ജനുവരി 1 വേറൊരു പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടില്ല. ആ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തൗഹീദ് പറയുന്നതാവണം എന്ന നിയ്യത്ത്. ഈ ഡിസംബർ 31 അവസാനിക്കുന്നതും ഒരു തൗഹീദ് പറയാനാണ് നാളെ എന്ന് പറഞ്ഞാൽ എന്തിനായി തെരഞ്ഞെടുക്കുന്നത്? ഈ 2 എണ്ടുകളെ തെരഞ്ഞെടുക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ആർക്കുണ്ട്. പടച്ചോനെ, തുടക്കവും നന്മയിലാകട്ടെ, ഒടുക്കവും നന്മയിലാകട്ടെ. എന്താ നമുക്കറിയില്ല. നമുക്ക് ആർക്കെങ്കിലും അറിയോ? മരണം എപ്പോഴാ നമുക്കറിയോ? അതുകൊണ്ട് നാളെ ആവാം. അങ്ങനെ പറയാൻ എന്താ സാധ്യത ഉള്ളത്? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. 56-ാം അധ്യായം 60-ാമത്തെ വചനം. ആ ആയത്ത് മാത്രം മതി ഖുർആൻ പടച്ചോനിൽ നിന്നാള്. അങ്ങനെ ചിന്തിച്ചിട്ടപ്പോഴെങ്കിലും അല്ല എന്താ പറയണത്? അല്ല വെല്ലുവിളിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിച്ചു, യുക്തിവാദികളെ വെല്ലുവിളിച്ചു, പടച്ചോന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർക്ക് വെല്ലുവിളിച്ചു. എടോ, മരണം ഞാൻ നിങ്ങൾക്കിടയിൽ വിധിച്ചു. മരണത്തെ അതിജയിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അതാണ് അതിന്റെ നല്ല മലയാളം. മരണത്തെ അതിജയിക്കാൻ കേൾപ്പുള്ളവർ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഞാനൊന്ന് കാണട്ടെ, ഞാനൊന്ന് കാണട്ടെ. മരണത്തെ അതിജയിക്കാൻ കെൽപ്പുള്ളവർ അല്ല പറയാൻ. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് എപ്പോഴും വരാം. എത്ര ആളുകൾ മരിക്കുന്നു? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്. എവിടെ വെച്ച് മരിക്കും, നാളെ എന്താ സംഭവിക്കുക അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും അറിയുന്ന ഒരു കഥ ഇവിടെ പറയാം. കേൾക്കാത്ത ഒരുപാട് ആളുണ്ടാവുമല്ലോ. ഞാൻ ദുബായിലുള്ള ഒരു സമയത്ത് 6 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊരു പാകിസ്ഥാനി കാല് തെറ്റി താഴോട്ട് വീണു, റോട്ടിലോട്ട് വീണു. കെട്ടിടത്തിന്റെ വർക്ക് എടുക്കുന്ന പിന്നിൽ നിന്ന് അയാള് കാല് തെറ്റിപ്പോയി. എന്തോ പറഞ്ഞ് നടക്കുന്നതിനിടയിൽ പുറകോട്ട്. പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ ഹൈറ്റും വെയിറ്റുള്ള മനുഷ്യനാണ്. അയാൾ വീണത് ഒരു കാറിന്റെ മേലേക്കാണ്. ഒരു കാറിന്റെ സെന്ററിലെ കാറിന്റെ നടുങ്ങനെ ഉള്ളോട്ട് തള്ളി കിടന്നു. പാകിസ്ഥാന്റെ വെയിറ്റ് കൊണ്ട് 6 നില കെട്ടിരുന്ന വരുന്നത്. ഒരു പോറല് പോലും അയാൾ കേട്ടില്ല.
ഒരു പോറല് പോലും ആഹ്ലാദത്തിന്റെ നിമിഷാത് അല്ലേ? 6 നില കെട്ടിടത്തിന് മുകളിൽ നോക്കുക, ഒരു പരിക്കും പറ്റാതിരിക്കുക, എന്തോ ഒരു സന്തോഷാണല്ലേ അത്. ആണ് അങ്ങനെ നോക്കി ആ സമയത്ത് അവിടെ ഉള്ള ആളുകളൊക്കെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അപ്പൊ ഇയാളെ മനസ്സിൽ തോന്നുക, ഈ നോക്കി നിന്നവർക്ക് സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പെപ്സി വാങ്ങിക്കൊടുത്തു. അയാൾ റോഡ് മുറിച്ച് അപ്പുറം കിടന്നു, പെപ്സി വാങ്ങി, അതൊരു വലിയ ട്രെയില് അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരേ. അപ്പൊ ഒരു ചീറിപ്പാഞ്ഞ കാറ് വന്ന അയാൾ ഇടിച്ച് തെറിപ്പിച്ച് ആ നിമിഷം അയാൾ മരിച്ചു. ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നറിയില്ല. സമയമായാൽ ഒരു നായിക ബന്ധിച്ചിടൂല. ഖുർആന്റെ 16-ാം അധ്യായം 61-ാമത്തെ വചനം, 31-ാം അധ്യായം 34-ാമത്തെ വചനം, 56-ാം അധ്യായം 60-ാമത്തെ വചനം, 39-ാം അധ്യായം 42-ാമത്തെ വചനം. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. നിങ്ങൾ ഉറങ്ങുമെന്ന് നിങ്ങളെ പിടിച്ചേക്കാം, ഉറങ്ങുമെന്ന് നിങ്ങളെ പിടിച്ചേക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉറക്കൊരു മരണത്തെ പോലെയാണ്, ഉണർച്ച അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് പോലെയാണ്. അന്ന് മനുഷ്യർ ചോദിക്കും, സൂറത്ത് യാസീനിലെ 52-ാമത്തെ വചനത്തിലൂടെ 36-ാമത്തെ അധ്യായത്തിലൂടെ പറയാൻ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഖബറിലായിരുന്നല്ലോ. ഇതല്ലേ അമ്പിയാക്കൾ പറഞ്ഞ ആ സത്യദിനം എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ അടുത്ത വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ. അല്ല പറയാണ്, ഈ മനുഷ്യനോട് അല്ല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാഗം പറഞ്ഞിട്ട് ഞാൻ വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് വേഗത്ത് പോവാൻ. ചെറിയ ചെറിയ ക്ലിപ്പിങ്ങും ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് കാണിക്കും. ആധുനിക ലോകത്തെ വേറൊന്നുമല്ല, മുസ്ലിങ്ങൾ തമ്മിലുള്ള തർക്കമൊന്നുമല്ല. എല്ലാ മുസ്ലിങ്ങൾക്ക്, എല്ലാ മനുഷ്യർക്കും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ യോജിക്കുന്ന ചില വിഷയങ്ങളുടെ ചില ക്ലിപ്പിൽ ഞാനിത് നിങ്ങൾ നോക്കൂ. ഒരു ഖുർആനിക വചനത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചു ഒരാൾ വന്നു. അയാളെങ്ങനെ പഴയ ശ്മശാനത്തിൽ ഒരുപാട് പഴക്കമുള്ള മരിച്ചുപോയ മണ്ണോട് മണ്ണ് ചേർന്ന അസ്ഥിക്കൂടം അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഉള്ളം കയ്യിലിട്ട് ഇങ്ങനെ പൊടിച്ചു. അങ്ങനെ ഒരുപാട് പഴക്കം ചെന്ന ഒരു എല്ലിങ്ങനെ കയ്യിലിട്ടിട്ട് നുരുമ്പി പൊടിച്ചിട്ട് അയാൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ പൂത്തിടും. അന്തരീക്ഷത്തിൽ ധൂളികളായി അതിൽ പറന്നപ്പോ അദ്ദേഹം ചോദിക്കാണ്, ഇതിൽ നല്ല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണോ പറയുന്നത്? ഒരു ഭയങ്കര അല്ലെ, ഭയങ്കര യുക്തിവാദി ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ മൗനം ദീക്ഷ. ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് ഓതി കൊടുക്കാൻ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. 4 വചനങ്ങൾ ഓതി കൊടുത്തു. അല്ലാഹു ചോദിക്കുകയാണ്, നുരുമ്പിയല്ലുകളായതിനു ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്ന് അവർ പറയുന്നുണ്ടോ നബിയെ? ചോദിക്കൂ നബിയെ. അവരുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമാക്കിയവൻ. ഏറ്റവും വലിയ അത്ഭുതം എന്താ? ലോകത്ത് ദക്ഷിണാഫ്രിക്കയിലെ വനാന്തരത്തിൽ ഒരു കാട്ടുജാതിയിൽപ്പെട്ട ഒരു കുട്ടി ജനിച്ചാൽ അവന്റെ വിരലടയാളവും കരുവാരക്കുണ്ടിൽ ഒരു വ്യക്തിയുടെ വിരലടയാളവും തമ്മിൽ എൻറ്റർലി ഡിഫറൻസ് ആണ്. സദാം ഹുസൈനെ ഗുഹയെന്ന് അമേരിക്ക കണ്ടെത്തുമ്പോൾ ഉമിനീര് കുത്തിയെടുത്ത് ടെസ്റ്റ് നടത്തിയ ഇത് സദാമാണോ? അത്രയും കോലം മാറിയിരുന്നു. താടിയും മുടിയും ജടയും സദാം തന്നെ എന്ന് നിർണയിക്കുന്നു. വേറൊരാൾക്ക് നിർണയിക്കാൻ കഴിയില്ല. ഉമിനീര് അത്ഭുതങ്ങളുടെ കല പറയാൻ അതാന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ ഖുർആന്റെ വചനം നിന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഖുർആനിന്റെ വചനത്തിൽ നമുക്ക് ശ്രദ്ധേയമായ ഒരു പോയിന്റ് ഉണ്ട്. കാരണം ശരീര പഠനം ഇന്ന് അവസാനിക്കില്ല, നാളെയും തുടരും, ലോകം അവസാനിക്കുന്നവരെ തുടരും. കാരണം ശരീരം അത്ഭുതങ്ങളുടെ കലവറയാന്ന് പറഞ്ഞിട്ട് അത് 10 ദിവസം കൊണ്ട് അവസാനിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് നമ്മളോട് പലതും കഴിക്കരുത് എന്ന് പറഞ്ഞു ഷുഗർ രോഗികളോട്. ഇപ്പൊ പറയണെന്താ പറയാ, അത് കഴിക്കാത്തോണ്ട് അങ്ങക്ക് ഷുഗർ കൂടി, അത് കഴിക്കണം എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ഥായി ഭാവല്ല. ആ പഠനം തുടർന്നുകൊണ്ടേ പോകുന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കുക, ഞാൻ ഇത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടിയാണ്. സൂറത്ത് ഹജ്ജിലെ 5 ഞാൻ പറഞ്ഞു. അവിടെ ഒന്ന് ചോദിക്കുന്നത്, ഇങ്ങനൊക്കെ ഘട്ടം കഴിഞ്ഞു പോകുന്ന നിങ്ങളെ, നിങ്ങൾ നോക്കൂ, ആ ബീജം അത് രക്തമായി മാംസമായി മാംസത്തിന്റെ അസ്ഥി കൊണ്ട് അനാവരണം ചെയ്തു. സുമ്മ ഖലഖനൽ നത്ഫത അലക ഫഖലഖനൽ അലഖത മുദ്അ ഫഖലഖനൽ മുദ്അത ഇലാമ ഫകസൗനൽ ഇലാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതുൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമ തുബഅസുൻ.
23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനം. ഈ ഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വാർദ്ധക്യത്തിലെത്തി നിങ്ങളെ മരിപ്പിച്ചിട്ട് നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വല്ല മടിയുണ്ടോ? ഇവിടെ നിൽക്കുന്ന ഈ ടീപ്പോയി ഇത് ഉണ്ടാക്കുമ്പോ കുറച്ച് പണിയുണ്ട്. ഇത് റീഫിറ്റ് ചെയ്യാൻ, ഇത് അഴിച്ചിട്ട് റീഫിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓരോ കാര്യം അങ്ങനെ ഈ കേബിൻ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പണിയുണ്ട്. ഇത് റീഫിറ്റ് ചെയ്യാൻ പണിയില്ല. ഏറ്റവും എളുപ്പമുള്ള ഒരു ചിന്തയാണ്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചുവല്ലോ നമ്മൾ. അതുകൊണ്ടാണ് അള്ളാഹ് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, ഈ ഭൂമിയിലെ പിച്ചിൽ നിങ്ങൾ കളിക്കുന്ന ക്രിക്കറ്റ് പിച്ചിൽ ഒരൊറ്റ ചെടിയുടെ അംശവും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഒരു മഴ പെയ്തപ്പോ എന്തേ ഉണ്ടായത്? ബൽദത്തൻ മൈത, മരിച്ചു കിടക്കുന്ന ഭൂമി, അത് സജീവമായത് നിങ്ങൾ കണ്ടില്ലേ? കദാലിക്കൽ ഖുറൂജ്, അപ്രകാരമാണ് നിങ്ങളുടെ പുറപ്പെടൽ. ഉറപ്പല്ലേ? നമ്മൾ സാധാരണ ഒരു കുട്ടി, ഒരു ഉമ്മ പ്രസവിച്ചു, 10 വയസ്സായി, രണ്ടാമത് ഉമ്മ ഗർഭിണിയായി, 10 കൊല്ലത്തിന് ശേഷം ആ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞി അനുജൻ വളരുന്നു. 10 വയസ്സുള്ള കുട്ടിയുടെ കുഞ്ഞനുജൻ ഗർഭപാത്രത്തിൽ വളരുന്നു. അപ്പൊ ഈ ജ്യേഷ്ഠൻ, 10 കൊല്ലം പ്രായമായ ഈ ജ്യേഷ്ഠൻ ഗർഭപാത്രത്തിലേക്ക് ചെന്നു. അപ്പൊ അവിടെ നോക്കുമ്പോ അനുജനാണ്, വരാൻ പോവാണ്. അപ്പൊ ആ അനുജനോട് ഇക്കാക്കൊരു വർത്തമാനം പറഞ്ഞു, എടാ ഈ ചെറിയ ഗർഭപാത്രത്തിന്റെ ഈ 2 കിലോ തൂക്കം വരുന്ന ഇതിനുള്ളിലെ ആംനിയോ കൊറിയോൺ പാടയുടെ ഉള്ളിലെ ലോകത്താണ് നീ. മറ്റൊരു ലോകവും നീ കണ്ടിട്ടില്ല. ചിന്തിക്കണേ, വലിയൊരു പോയിന്റാണ്. മറ്റൊരു ലോകവും നീ കണ്ടിട്ടില്ല. ഇല്ല. നിങ്ങൾ പറയണത് എവറസ്റ്റ് കൊടുമുടിയുണ്ട്, കടലുണ്ട്, ആകാശമുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, സൗരയുധങ്ങളുണ്ട്, ഗർജിക്കുന്ന സിംഹമുണ്ട്, ചിഹ്നം വിളിക്കുന്ന ആനകളുണ്ട്, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ട്, ആഴിയിൽ നീന്തുലിക്കുന്ന മത്സ്യങ്ങളുണ്ട്, നീലത്തിമിംഗലമുണ്ട്, ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ ഗർഭപാത്രത്തിൽ മാത്രം ജീവിച്ച അനുജൻ ഹാൻഡ് പൊട്ട, ഈ ഗർഭപാത്രത്തിനപ്പുറത്തൊരു ലോകോ? ഞാൻ ഈ പൊക്കിൾക്കൊടി കിടന്ന് ഇങ്ങനെ കറങ്ങണ കുറച്ചു കാലായി, ഇതിനപ്പുറത്തൊരു ലോകേ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ കുട്ടി നിഷേധിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ നിഷേധിച്ച ഗർഭപാത്രത്തിന്റെ പുറത്തു പോയിട്ടുള്ള ഒരു ലോകം കണ്ട ഇക്കാക്കയാണ് ഈ പറയുന്നത്. അതിനെ നിഷേധിച്ചുണ്ടാകുന്നത് എന്താണ്? ചിന്തിക്കും. ചെറിയ മക്കൾക്ക് ചിന്തിക്കാൻ കൂടിയാണ്. ചിന്തിക്കൂ. അതുപോലെ അള്ളാന്റെ റസൂൽ 2 ലോകം കണ്ടുവന്നു. എന്നിട്ട് ആ റസൂൽ പറയണം, ആരുങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കൂല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ചെരുപ്പിന്റെ വാറ് പോലെ സ്വർഗം നിങ്ങളുടെ അടുത്തുണ്ട്. നരകവും അങ്ങനെ തന്നെ. സ്വർഗം സത്യമാണ്, സ്വർഗവും സത്യമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത്. അബൂജഹൽ പറഞ്ഞ അതല്ലേ, നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല മുഹമ്മദേ, നീ കൊണ്ടുവന്ന ദർശനത്തെ ജീവിതത്തിൽ കള്ളം പറയാത്ത റസൂല പറയുന്നത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. എനിക്ക് ഇന്നലെ മൂവാറ്റുപുഴയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ അമുസ്ലിങ്ങളുടെ ഒരു സദസ്സിലായിരുന്നു. അവിടെ ഞാനൊരു ശ്ലോകം ഉദ്ധരിച്ചിരുന്നു. ആ ശ്ലോകം ഇങ്ങനെയാണ്: അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തഥോഭൂയ ഇവദേ യഹു സംഭൂത്യാമൃതഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സൃഷ്ടികളെ ആരാധിച്ചാൽ, ഏത് ഈശാവാസ്യോപനിഷത്തിന്റെ 12 പറയണത്, സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പോകുന്നു. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 5-ാം അധ്യായം 72 പറഞ്ഞ അതേ കാര്യം പറയുന്നത്. എത്ര കൃത്യമാണ്! നരകണ്ട്, സ്വർഗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് തന്നെ. സ്വർഗണ്ട് സ്വർഗം തുടക്കം തന്നെ അങ്ങനെ. അതോ തുടക്കം അങ്ങനെയല്ല, അതിന്റെ ആദ്യ ആമുഖം ശ്രുമേ പരമവച. അർജുന, ഞാൻ പറയുന്നത് നീ കേട്ടോ. അവിടെ പറയുന്നതിനെ കേൾക്കാനും വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ശ്രുമേ പരമവച. അർജുനൻ പറഞ്ഞ, ഞാൻ യുദ്ധം ചെയ്യില്ല, എനിക്ക് ഭൂമിയൊന്നും വേണ്ട, എനിക്ക് ഈ സൗഭാഗ്യം വേണ്ട, എനിക്കിട്ട് വേറെ രാജ്യവും വേണ്ട. അപ്പോ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവാ മോക്ഷസേ മഹീം തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകും. നബിയെ, ഞാൻ ഈ കാരൊക്കെ കുറിക്കുന്ന അവസാനിപ്പിച്ച് യുദ്ധം ചെയ്ത് എനിക്ക് എന്ത് കിട്ടുന്നു? ദഖലൽ ജന്ന, സ്വർഗത്ത്. അപ്പൊ സ്വർഗം ഹൈന്ദവ ഗ്രന്ഥത്തിലുണ്ട്, പക്ഷേ അവരത് ചിന്തിക്കുന്ന പോലുമില്ല.
സ്വർഗത്തെയും നരകത്തെയും ബേസ് ചെയ്ത് മതം കൊണ്ടുപോകുന്ന ഒറ്റ വിഭാഗം ലോകത്തുള്ള മുസ്ലിം. ക്രിസ്ത്യാനികൾ പോലും നരകവും സ്വർഗവും പറയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ? നരകത്തെ കുറിച്ച് എത്ര ഇടത്താണ് ബൈബിളിലുള്ളത്? പരലോകത്തൊരു വിചാരണ നേരിടുന്ന യേശുക്രിസ്തുവും ക്രിസ്ത്യാനികളും തമ്മിൽ മനോഹരമാണ് ആ രംഗം. ഞാൻ ഇന്നലെ മൂവാറ്റോടെ പറഞ്ഞു. കാരണം ഇപ്പൊ എന്താണ്, ഓരോ മതത്തിന്റെ ഒരു തെറ്റും പറയാതെ അതിൽ പോയി കൂടിക്കൊടുത്തിട്ട് അവിടെ എല്ലാം ചെയ്തിട്ട് തരക്കേടില്ലാർന്ന ആശംസയും നേർന്ന് തിരിച്ചു പോരുകയാണ്. എത്ര വലിയ അപകടം. മാത്രമല്ല, നാളെ മത്സരയിൽ വന്നിട്ട് ഈ പള്ളിയിലച്ഛൻ ഇവരോട് ചോദിക്കും, അല്ല വലിയ അറിയപ്പെട്ട രാഷ്ട്രീയ നേതാവും ആത്മീയ നേതാവുമായിട്ട് എന്റെ തൊട്ടടുത്ത് വന്ന് ആ അള്ള വെറുത്തൊരു കർമ്മം ചെയ്യുമ്പോ എനിക്കൊന്ന് തിരുത്തി തന്നൂടായിരുന്നോ? ഖുർആനിലെ 18-ാം അധ്യായം 4-ാമത്തെ വചനം പഠിച്ചൊരു തങ്ങളായിരുന്നില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞു തന്നൂടായിരുന്നോ? നിങ്ങൾ ഖുർആനിലുണ്ടായിട്ട് അത് പറയാനും താക്കീത് നൽകാനും അല്ലേ നിങ്ങൾ എന്റെ അടുത്ത് വരേണ്ടിയിരുന്നത്? എനിക്ക് ആശംസ നേരാനായിരുന്നോ എന്ന് അന്ന് മത്സരയിൽ ചോദിക്കുമെന്ന് പറയുന്നു. ചെറിയ കാര്യമല്ല. മത്സരയില് ഈസാ നബിയുടെ മുമ്പിൽ 260 കോടി ക്രിസ്ത്യാനികൾ വരുന്ന ഒരു രംഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനത്ത് പറയുന്നുണ്ട്. എന്താ വാചകം എന്നറിയോ? നിങ്ങളുടെ ഈ നാടിന്റെ പരിസരത്തൊക്കെ ക്രിസ്ത്യാനികൾ ഉള്ളതായിട്ടാണ് എന്റെ ധാരണ. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അവിടെ പറയണെന്നറിയോ? യേശു പറയണ ഈ ആളുകൾ വന്നിട്ട് ശാന്തി ശുശ്രൂഷ നടത്തിയ അത്ഭുത കാഴ്ചകൾ കാഴ്ചവെച്ച വികലാംഗം വന്നിട്ട് നടന്നു പോവുകയാണ്. ഒരു രോഗവും ഇല്ലാതെ. ആത്മീയ തട്ടിപ്പുകളാണല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കണേ. അതിൽ ഇവിടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു നേർച്ച നടന്നിരുന്നു. ലോകം മുഴുവൻ ബിരിയാണി വിളമ്പുന്ന ഒരു നേർച്ച. 80 ചെമ്പിലെങ്ങാണ്ട് കറിയൊക്കെ വിളമ്പിയ നേർച്ച. ഒറ്റ വാചകം ഞാൻ അതിനോട് പറയാണ്. ഈ തിരൂരിന്നോ താനൂരിന്നോ ആ ഭാഗത്തുനിന്ന് എവിടുന്നോ ഒരു ഫാമിലി ഇവിടെ എത്തിയപ്പോ പറഞ്ഞു, ചോറൊക്കെ തീർന്നല്ലോ, എന്താക്കും എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, ചോറില്ലാതെ ഞങ്ങൾ പോവില്ല. ഇവിടെ നടന്ന സംഭവമാണ്. ഈ അടുത്ത ദിവസം നടന്ന സംഭവ. ചോറില്ലാതെ ഞങ്ങൾ പോവില്ല. നിങ്ങൾ പോവാത്ത? ഞങ്ങൾ ഇവിടെ വന്ന് ചോറ് വാങ്ങി ഈ ചോറ് നാട്ടു കൊണ്ടുപോയിട്ട് തിന്നല്ല, പിന്നെ എന്താ ചെയ്യണത്? ഈ ചോറ് വെയിലത്തിട്ട് ഞങ്ങൾ ഉണക്കിയിട്ട് ഞങ്ങളത് പൊടിച്ചു വെക്കും. കുട്ടികൾ രോഗം വരുമ്പോ രോഗത്തിന്റെ ശമനമായി ഞങ്ങളത് ഉപയോഗിക്കും. എത്ര ഭീകരമായ ശിർക്കാണ് ഈ നാട്ടിൽ വന്നിട്ട് പോലും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? ആ കിട്ടുന്ന ബിരിയാണി അല്ലെങ്കിൽ ആ ചോറ് അത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ഔഷധമായി ഉപയോഗിച്ച് അതിൽ ബർക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുക്മിനു അക്സറുഹും അതിന്റെ തഫ്സീറിൽ ഇമാം റാസി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയണറിയോ? 12-ാം അധ്യായം 106-ാമത്തെ വചനമാണ്. 106-ാമത്തെ വചനമാണ് സൂറത്ത് യൂസുഫിലെ. അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷവും അവനിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇമാം റാസി പറയുന്നത്, ലോകത്ത് 2 അള്ളണ്ട് എന്ന് വാദിച്ച മനുഷ്യന്മാരില്ല. പിന്നെ എന്തേ ഉള്ളൂ? ആ അള്ളാഹുവിലേക്ക് പങ്കുകാർ എന്നതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ബാധ്യതയാണ്. ഞാൻ എന്താ വെച്ചാൽ ഈ ആദർശ സമ്മേളനമാണ്. ഇവിടെ ഞാൻ വരുമ്പോ സാദിഖ് മദീനി തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ മാറാനോട് പോയി. പിന്നെ ആ ലാസ്റ്റ് ഭാഗം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നാലും പരമപരിശുദ്ധമായ ഒരു തൗഹീദ് വഹ്ദാനിയത്ത് അത് ലോകത്തോട് വിളിച്ചു. അത് ശരിയായ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഈ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങനെ വരൂ. എത്രയോ വളച്ചുകെട്ടി പറയാന്നൊക്കെ വിചാരിച്ചു നോക്കും, നാട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ. പക്ഷെ അത് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളോട് തുറന്നു പറയട്ടെ സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്, മുമ്പ് സമസ്തയായിരുന്ന കാലത്ത് ദർഗയും ഔലിയാക്കളെ വിളിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ജീവിച്ചിരുന്ന ആളുകൾ, പിന്നീട് മുജാഹിദായ ആളുകൾ ഒന്ന് കൈബന്ധിക്കുക. ദയവേത് ഒരു കാര്യം പഠിപ്പിക്കാൻ ഒന്ന് കൈബന്ധിക്കുക. ശരി, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന നിങ്ങൾ ഉത്തരം പറയണം. എന്നെ പ്രതികൂട്ട് കേട്ടരുത്. മുജാഹിദ് ആകുന്നതിന് മുമ്പ് സമസ്തയായിരുന്ന കാലത്ത്, തൗഹീദിൽ ഭംഗം വന്ന കാലത്ത് പല ഹറാമുകൾ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കുറ്റബോധം കുറവായിരുന്നു. ശരിയാണെങ്കിൽ ഒന്ന് കൈബന്ധിച്ചേ. നേരെ മറിച്ച് തൗഹീദ് പഠിച്ചതിന് ശേഷം ജീവിതത്തിന്റെ എല്ലാ മേഖലയും മാറിയേ പറ്റൂ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചേ. എന്തുകൊണ്ടാണ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട്, ആയിഷ ബീവി നമ്മുടെ ആരുടെയും മോള ആയിഷയാണ്, പക്ഷെ ആയിഷാനെ കുറിച്ചല്ല പറയുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽപ്പെട്ട ആയിഷ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. ആ ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാണ്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നതെങ്കിൽ അറബ് ജനത മാറുമായിരുന്നില്ല. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധമുള്ള മാറ്റം അർണോൾഡ് ടോയംബിയുടെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മദ്യത്തെ കുറിച്ച്
പ്രസംഗിക്കുകയും മദ്യമുക്തമായ ഒരു ലോകഘടനയെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരേ ഒരു പൗരൻ അത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആർണോട്ട് കോയമ്പി പറയാണ്. ആയിഷ ബീവി പറയാണ്, മക്കയിൽ നബി വന്നിട്ട് കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ ആ സമൂഹം മാറൂല. 13 കൊല്ലം അള്ളാനെ പഠിപ്പിച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ക്ഷമിക്കണം. ഉസ്താദ്മാരോടൊന്നും പടച്ചോനാണ് എന്റെ കൽബിലേക്ക് വെറുപ്പില്ല, വെറുപ്പ് ശിർക്കിനോടാണ്. ആ ശിർക്കിന്റെ പ്രചാരകർ നിങ്ങളാകുമ്പോ നിങ്ങളോട് ചെറിയൊരു വെറുപ്പ് സ്വാഭാവികമാണ്. മനുഷ്യൻ അങ്ങനാണല്ലോ. അതല്ലാത്ത എന്ത് വെറുപ്പ്? വെറുത്തിട്ട് എന്താ കാര്യം? ഖുർആന്റെ 60-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയാ, ശത്രുക്കളൊക്കെ മിത്രങ്ങളാകുന്ന ഒരു ദിവസം വരും. മിത്രമാകാത്ത ഒരാളെ ഉള്ളൂ ആജീവനാന്ത ശത്രു. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അത് ഇബ്ലീസാ. ഇബ്ലീസ് എന്ത് ശത്രുവാ? ഇബ്ലീസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മിത്രാകൂല. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പിശാചിന്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. സൂറത്ത് ബഖറ 208. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി വാ. ചില കാര്യങ്ങളിൽ ഇസ്ലാമുണ്ട്, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇസ്ലാമില്ല. അഖീദയിൽ നിങ്ങൾക്ക് ഇസ്ലാമില്ല, വേഷത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ട്, വേഷത്തിൽ ചിലർക്ക് ഇസ്ലാമില്ല, കർമ്മത്തിൽ ചിലർക്ക് ഇസ്ലാമുണ്ട്. നരയാണിയുടെ മേലെ ചിലർ തുണി ഉടുത്തിട്ടുണ്ട്. അസഭ്യം പറയാൻ മടിയില്ലാത്തവരാണ്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിൽ മടിയില്ലാത്തവരാണ്. 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഭർത്താവിന് സ്വർണം പണയം വെക്കാൻ കൊടുക്കുന്നുണ്ട്, അതിൽ യാതൊരു ഗൗരവവുമില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരെ റസൂല് നന്നാക്കിയത് അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചിട്ടാണ്. പാൽക്കാരി പെൺകുട്ടിയോട് പാല് വെള്ളം ചേർക്കാൻ പറയും, എന്തേ പറയണേ? അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ട്. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. 35-38 ഹൃദയത്തിലുള്ളത് കാണുന്നതാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാ. അവർ അല്ലാഹ് കാണുന്നുണ്ടെന്ന് അറിയുന്നില്ലേ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. പതിസ്ഥാനത്തിരുന്ന് കാണുന്നുണ്ടെന്ന് 89-ാം അധ്യായം സൂറത്ത് ഫജ്റിലും പറയുന്നു. ആ അല്ലാഹനെ പാൽക്കാരി പെൺകുട്ടി പേടിച്ചു. ആ പാൽക്കാരി പെൺകുട്ടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത്. ആ കുടുംബ പരമ്പരയിലാണ് അല്ലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെ മഹാന്മാരുണ്ടായത്. ഞാൻ പറയുന്നത് ചുറ്റും കറുത്ത് തമോമയമായിരുൾ മുറ്റും ഇരവിതിൽ ഏകാകിയാണു ഞാൻ, കൂട്ടിനൻ തോഴനില്ലായികയാൽ നിദ്ര പറന്നുപോയോഹോ എന്നാ പെണ്ണ് പാടിയില്ലേ? എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഭാര്യനോട് മാത്രം സ്നേഹമുള്ള ഒരു പുരുഷനാണ് ഒരാളെന്ന് വിചാരിക്കുക, ഭർത്താവിനോട് മാത്രം സ്നേഹമുള്ള ഒരാളാണ് സ്ത്രീ എന്ന് വിചാരിക്കുക. ഒക്കെ എന്തോ തകരാറുണ്ടെന്നാണ് പുതിയ സമൂഹം പറയുന്നത്. ഒരു 5 എണ്ണെങ്കിലും വേണം പെൻഡിങ്ങിൽ. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല. ഇവിടെ ഈ സ്ത്രീ പറയുന്നത് എന്താ? ഇവിടെ ഈ സ്ത്രീ പറയുന്നത് ചുറ്റും കറുത്തു തമോമയമായ ഇരുമുറ്റും ഇരവിതില്ലേകാകിയാണ് ഞാൻ, കൂട്ടിനൻ തോയനില്ലായികയാൽ എന്നെ നിദ്ര പറന്നുപോയോ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. അല്ലാഹുവേ, സഹോദരിമാരെ ശരിക്ക് ചിന്തിക്കണം. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. അല്ലാഹുവേ, എനിക്ക് ശരീരത്തിന് ദാഹമുണ്ട്, കാമമുണ്ട്, പ്രേമമുണ്ട്, ആഗ്രഹമുണ്ട്. തണുത്ത രാത്രിയാണ്, എന്റെ ഭർത്താവ് എന്റെ കൂടെയില്ല. പക്ഷേ നാഥ, ഞാനൊരു പുരുഷനെ വിളിച്ചാൽ വരും, ഞാൻ അത്ര സുന്ദരിയാണ്. പക്ഷേ നാഥ, ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ട്. ഞാൻ ഇവിടെ പറയുന്നത്, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു സമൂഹം ഇല്ലാണ്ടായ പിന്നെ ലോകത്തിന് എന്ത് മെച്ചാണുള്ളത്? നന്ദില്ലാത്തൊരു ജനത ലോകത്തുണ്ടായാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആ ക്ലിപ്പിൽ ചോന്ന ഷർട്ട് ഇട്ടിട്ട് നമ്മുടെ മൈത്രേന്റെ ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ടോ? അത് ഒരു ഇന്റർവ്യൂ നടക്കുന്നത്, ചോന്ന ടീഷർട്ട് ഇട്ടിട്ട് അവിടെ അതിന്റെ മധ്യത്തിൽ കണ്ടല്ലോ അല്ലേ? ഒന്നുകൂടെ ക്ലിയർ ചെയ്ത മതി, ആളുകൾക്ക് നല്ല ഉപകാരപ്പെടുന്നത്. ൊരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. നന്ദിയുടെ ആവശ്യമേ ഇല്ല ലോകത്ത്. അപ്പൊ നമ്മൾ ഇത്രയും നാള് നോക്കി വളർത്തിയ ആൾക്കാരാണ്. അതൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും നാള് നോക്കി വളർത്തിയ എല്ലാ സാധനവും ലോകത്ത് എങ്ങനെ നിങ്ങൾ മരിക്കാനും ഒക്കത്തില്ല. അപ്പൊ നമുക്ക് നന്ദി അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. നന്ദിയുടെ ആവശ്യമേ ഇല്ല ലോകത്ത്. ആവശ്യമില്ലാത്തതാണ് അത്. പണ്ട് മുതലാളിമാര് ചോറ് അവരുടേതാണ്, ജോലി അവരുടേതാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നെന്നായിരുന്നു. അങ്ങനെയാണ് നന്ദി എന്ന് പറയുന്ന വികാരമൊക്കെ വേണ്ടത്. അത് ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ താങ്കൾ താമസിക്കുന്ന
ഇത് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഗുരു നിത്യ ചൈതന്യയതി എന്നുകൊണ്ടൊരു സന്യാസിയെ കേട്ടിട്ടില്ലേ? ഇനി നല്ല ബന്ധം പുലർത്താൻ അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഗുരു നിത്യ ചൈതന്യയതി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സന്യാസിയായിരുന്നു മൈത്രേയൻ. മൈത്രേയൻ എന്ന സന്യാസി മൈത്രേയൻ എന്ന തോന്നിയാസിയായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സന്യാസി തോന്നിയാസിയായി മാറുക. ഒരു തോന്നിയാസി പരിവർത്തിച്ച് സന്യാസിയല്ല ചെയ്ത്, ഒരു സന്യാസി ഇയാളൊരു സന്യാസിയായിരുന്നു. നിങ്ങൾക്കറിയോ, ഈ ഊട്ടിയിലെ ഗുരു നിത്യചൈതന്യയുടെ ആശ്രമത്തിലും പല ആശ്രമങ്ങളുടെയും ഡയറക്ടർ പോസ്റ്റിൽ ഇരുന്ന വലിയ ബുദ്ധിജീവിയായിരുന്നു മൈത്രേയൻ. സന്യാസിയായിരുന്നു. ആത്മീയ ജീവിതം നയിച്ച ആളായിരുന്നു. അന്ന് ഗംഭീരമായി മനുഷ്യരെ ആത്മീയതയിലേക്ക് നയിച്ച ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷയിൽ. ആ ആളെന്ന് തോന്നിയാസിയായി മാറി. അദ്ദേഹം പറയുന്നത് അറിയോ? നന്ദി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു വികാരമാണ്. ലോകത്തെ നിലനിർത്തുന്നതന്നെ എന്താണ്? ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലേ, നോക്കൂ നിങ്ങൾ, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. രണ്ടാം അധ്യായം 152-153 വചനങ്ങളിൽ അല്ലാഹു പറയാ, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. അവൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിനെ അവനോട് നന്ദി കാണിക്കണം. നന്ദിയില്ലാത്ത മനസ്സുകളുടെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടിയപ്പോ റസൂൽ പറയാ, സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. ഈ ശുദ്ധ വെള്ളത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. നമ്മള് ജാതി മതമൊന്നും വേണ്ട. ഈ കരുവാരക്കുണ്ടിന് ബസ് കയറി എടവണ്ണയിലേക്കോ നിലമ്പൂരിലേക്കോ മഞ്ചേരിയിലേക്കോ വണ്ടൂരിലേക്കോ തിരുവാലിയിലേക്കോ നമ്മൾ വണ്ടി കയറി ഒരു കുഞ്ഞിനെ എടുത്താ കയറിയത്, ഒരാള് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നു ഇവിടെ ഇരുന്നോടുക്കാത്താറുണ്ട്. താങ്ക്സ് എന്ന് പറയില്ലേ? നന്ദി. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. ഇയാളെ പോലുള്ള ആളുകളാണ് പുതിയ തലമുറയെ നയിക്കുന്നത്. ഓർക്കണം, വളരെ ഗൗരവമായി ഓർക്കണം. അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാൽ അതിനുള്ള അവകാശം അത് നിങ്ങൾക്കുണ്ട്. പക്ഷേ ഭയാനകരമായ ഒരു ദിവസത്തിന്റെ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു. ലോകത്ത് നിലക്കുന്നതിന് എന്താണ്? ഈ നന്ദിയല്ലേ? അധ്യാപകനോട് കുട്ടികളെ പറയും, വലിയ നന്ദി ഉണ്ട് സാർ, നിങ്ങൾ പഠിപ്പിച്ചോണ്ടാ ഞാൻ ജയിച്ചത്. ഈ നന്ദിയാണ് സമൂഹത്തിന്റെ പുരോഗതി. ഒന്നിനും നന്ദിയില്ല, കടപ്പാടില്ല. ആ പ്രസംഗം കൃത്യമല്ലാത്തത് കൊണ്ടാണ്. സൗണ്ട് സ്ഥിര വ്യത്യാസത്തിലൂടെ ഞാൻ നിർത്തിയത്. അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളിൽ നിങ്ങൾ നന്ദി പ്രതീക്ഷിക്കുന്നില്ലേ? ഒരാവശ്യമില്ല. എന്റെ മകൾ അതായത് അയാൾ ഇങ്ങനെ വളരാനൊരു കാരണമാണ്. എന്റെ കാരണം തൽക്കാലം ക്ഷമിക്കണം, ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എഗൽസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാൾ ആരാ നിങ്ങൾക്കറിയാം? കാർൽ മാർക്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. അവർ രണ്ടുപേരും എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞാൽ, സ്വകാര്യ സ്വത്തിന്റെ നിർമ്മാർജ്ജനത്തിലൂടെ ലോകത്തെ സമസ്ത ഉണ്ടാക്കാൻ പറയും. ഈ സമത്വം ഉണ്ടാക്കാൻ കഴിയും. ഉട്ടോപ്പിയ എന്ന തോമസ് മൂറിന്റെ ലേഖനം 1516 ആ ഗ്രന്ഥത്തെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് ഒക്കെ ലോകത്ത് വളർന്നു വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനം തന്നെ എന്താണെന്നറിയോ? അതിന്റെ അടിസ്ഥാനം സ്വകാര്യ സ്വത്ത് കുമിഞ്ഞുകൂടുന്നത് കുടുംബത്തിലാണ്. അപ്പൊ സ്വകാര്യ സ്വത്ത് ഇല്ലാതാകണമെങ്കിൽ കുടുംബ സംവിധാനം ഇല്ലാതാകണം. ഹക്കായി ഞാൻ പറയാനും, ഒരു ഒറിജിനൽ കമ്മ്യൂണിസ്റ്റാണ് കല്യാണം കഴിക്കാൻ പാടില്ല. ഒരാൾ ഒറിജിനൽ കാർൽ മാർക്സ് പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ആണോ, ഒരു കല്യാണം പാടില്ല എന്നാണ് ഞാൻ വെറുതെ പറയുന്നല്ല. എത്രത്തോളം പറഞ്ഞാൽ ഈ അടുത്ത് മരിച്ചെന്ന് നമ്മൾ പറയാവുന്ന EMS നമ്പൂതിരിപ്പാട് വരെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കല്യാണം പാടില്ല. പക്ഷെ കേരളത്തിലില്ലേ? ഉണ്ട്. ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് ലോകത്തില്ല. കമ്മ്യൂണിസം ലോകത്ത് ഒരിടത്ത് എന്നല്ല, ഒരു മിനിറ്റ് പോലും കമ്മ്യൂണിസം ലോകത്തില്ല. പ്രായോഗികമായി കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ദർശനമാണത്. ആ ദർശനത്തിന്റെ ബേസ് എന്താണ്? ആ ദർശനത്തിന്റെ ബേസ് ഞാൻ പറഞ്ഞുതരാം. കാർൽ മാർക്സിന്റെ ഒരു ഉദ്ധരണിയാണ് പറയുന്നത്. കാർൽ മാർക്സ് എന്ന വ്യക്തിയാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് അങ്ങനെ ചെറുതായി ചർച്ച ചെയ്യല്ല, വലുതായ ഒരു ചർച്ചയാണ് പറയുന്നത്. ഈ കാർൽ മാർക്സ് എന്ന ഉദ്ധരണി അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് എന്താ ചോദ്യത്തിൽ തെറ്റി എന്ന് തോന്നുന്നു. അദ്ദേഹം ചോദിക്കുന്നത്, കോഴിമുട്ട അടവെച്ചിട്ട് ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുമല്ലോ. കാർൽ മാർക്സിന്റെ ഒരു ഉദ്ധരണിയാണ്. അപ്പൊ ആ മുട്ടത്തോടിനോട് പിന്നെ ഈ കോഴിക്കുഞ്ഞിന് വല്ല ബന്ധം ഉണ്ടാവുമോ? ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ഏതൊരാൾക്കൊന്നും വല്ലാത്തൊരു ചിന്തയാണല്ലോ. കോഴിമുട്ടയുടെ തോടിനോട് അത് പൊട്ടിയിട്ടാണ് കുഞ്ഞ് പുറത്തു വരുന്നത്, കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ആ കോഴിക്കുഞ്ഞ് ആ മുട്ടത്തോടിനെ പരിഗണിക്കാറുണ്ടോ? അതുപോലെയാണ് മാതാപിതാക്കൾ. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത്, എന്തിനാ വൃദ്ധസദനം, എന്തിനാ പ്രായം ചെന്ന അച്ഛനമ്മമാരെ ചികിത്സിക്കുന്നത്? നമ്മുടെ ജനകീയ വിചാരണ കാസർഗോഡ് നടത്തുന്നല്ലേ, ആ ക്ലിപ്പൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് കയറിയ നിങ്ങൾക്ക് കാണാം. മൈത്രേയൻ ചോദിക്കുന്ന ചോദ്യം അത് സന്തോഷ് ജോർജ് കുളങ്ങരയും ചോദിക്കുന്നുണ്ട്. ലേബർ ഇന്ത്യയുടെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ, സഞ്ചാരിയുടെ മാസ്റ്റർ ബ്രെയിൻ, ലോക ഭൂപടത്തെ
ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് എന്തെങ്കിലുമൊക്കെ മരുന്നെടുത്ത് കൊല്ലുക വേണ്ട എന്ന് വാർദ്ധക്യം നിർത്തിയ ആളുകളെ. മൈത്രേയന്റെ വാക്കുകളാണ്. വെറുതെ ചികിത്സിച്ച് പൈസ പോകണ്ട, നോക്കണം എന്താണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ ഉഫിൻ ഛേ എന്ന് പോലും പറയരുത് എന്നാണ് അച്ഛനമ്മമാരോട്. ലോകത്ത് വൃദ്ധസദന ഏറ്റവും കുറവുള്ള സമുദായം മുസ്ലിങ്ങളാണ്. മലപ്പുറത്ത് വൃദ്ധസദന ഏറ്റവും കുറവാണ്. ഞാൻ ഖത്തറിലുണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു ക്രിസ്ത്യൻ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ അവിടെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ചോദിച്ചു, എന്തേ കുട്ടി ഇസ്ലാം സ്വീകരിച്ചേ? അപ്പൊ ആ സഹോദരി പറഞ്ഞു, മുസ്ലിങ്ങൾ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ ലോകത്തൊരു മതവിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ, കാരണം വൃദ്ധസദന ഏറ്റവും കുറവ് അവർക്കിടയിൽ, ആത്മഹത്യ ഏറ്റവും കുറവ് അവർക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്താണ്. നോക്കൂ, സൂറത്ത് ബഖറയിലെ 83 പറയുന്നത് എന്താ? ബനു ഇസ്രായേലുകളോട് കരാറ് വാങ്ങിയതാ, അല്ലാഹുവല്ലാതെ ആരാധിക്കരുത്, അവൻ ഒന്നിലെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ അല്ലേ? സൂറത്ത് ബഖറ 83, സൂറത്ത് അന്നാമിലെ 151, സൂറത്ത് നിസായിലെ 36, 17 അധ്യായം 23, 24 വചനങ്ങൾ, അല്ലെ 24, 25, 26 വചനങ്ങൾ. അതിലെല്ലാം പറയുന്നത് മാതാപിതാക്കളുമായി എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ്? ഉമ്മുക്ക സുമ്മമൻ 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 ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക. അത് പഠിപ്പിക്കപ്പെടുന്നതാണ് മതം. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും. മതം എന്ന് പറയുന്നത് പൊട്ടത്തരമാണ്. വിനീതമായി നിങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യമല്ല. പക്ഷെ വ്യക്തിപരമായി ഞാൻ ചോദിക്കും, എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്ന് വല്ല ബോധ്യമുണ്ടോ? എന്താ പറയുന്നത് ബോധ്യമുണ്ടോ? മതമുള്ളത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. മതത്തിന്റെ മൂല്യങ്ങൾ പരമ്പരകളായി പകർന്നു നൽകിയത് കൊണ്ടാണ് ഈ സമൂഹം ഇന്ന് നിലനിൽക്കുന്നത്. ഈ സമൂഹത്തിലെ മൊറാലിറ്റി മുഴുവനും, നിയമങ്ങൾ മുഴുവനും നിങ്ങൾ നോക്കൂ. ഭരണഘടന പോലും E.A. ജബ്ബാറിനോട് ഒരിക്കലും എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, ഭരണഘടന മതി, ഈ ഭരണഘടന മതി. ഈ ഭരണഘടന ഉണ്ടാക്കി 300 പേര് ഇരുന്നിട്ടാണ്. ആ 300 പേരിൽ 99% മതവിശ്വാസികളാണ്. അവരുടെ മതഗ്രന്ഥം പോലും പഠിച്ചിട്ടാണ് അവരാ കാര്യം. എനിക്കറിയാം, ഈ ഗാന്ധിജി പറയുന്ന ഒരു രംഗമുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗക്കത്ത് അലിയും, ഈ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ഖുർആൻ ഹിഫ്ള് ചെയ്ത ആളുകളായിരുന്നു. ജാമിയ മില്ലയുടെ പ്രിൻസിപ്പൾ ആയിരുന്നു. ഖുർആൻ ഹദീസ് ലേണിംഗ് സെന്ററിന്റെ അതിന്റെ ഉത്തരവാദിത്തം മൗലാന മുഹമ്മദ് അലി ജൗഹറിനായിരുന്നു. അപ്പൊ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് തലപുണ്ണാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൗലാന ഷൗക്കത്ത് അലി അപ്പുറത്ത് റൂമിലിരുന്ന് ഖുർആൻ ആയത്തിങ്ങനെ ഓതും. ആയത്തിങ്ങനെ ഓതിയത് പൂർത്തിയാകുമ്പോഴേക്ക് മൗലാനയുടെ തല കൊണ്ട് പുകഞ്ഞിരുന്ന ചിന്തകൾ പൂർത്തിയാകുകയാണ്. അതിന് പരിഹാരമാവുകയാണ്. ഖുർആനിൽ അദ്ദേഹം പരിഹാരം തേടുകയാണ്. ആ പരിഹാരം ഗാന്ധിജിയുമായി ഡിസ്കസ് ചെയ്യാൻ. ഗാന്ധിജി ഒരിക്കൽ ചോദിച്ചത്രേ, ഇത്ര കൃത്യമായ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു? അത് ഖുർആനിന്റെ ബലം കൊണ്ടാണ്. ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ജീവിതവും സന്ദേശവും എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു നോക്കുക. വടകരയിലെ മമ്മുസാഹിബാണ് അത് എഴുതിയെന്ന് തോന്നുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാ. ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ആരായിരുന്നു മൗലാന. ഞാൻ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, മതം മനുഷ്യർക്ക് നൽകിയ വലിയൊരു സമാധാനമുണ്ട്, ശാന്തി. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര ആ ക്ലിപ്പിന്റെ തൊട്ടതായ ഒരു കാര്യം കൂടി പറയുന്നത്, ഒരു വ്യക്തിക്ക് സമാധാനം നൽകുന്ന പലതും മതത്തിലുണ്ട്, എങ്കിൽ ആ മതം നിലനിന്നോട്ടെ. അത് രണ്ടും ഒരേ സമയത്ത് പറയും. അവിടെയാണ് നമ്മൾ പറയുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ മതം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നത്. ഇപ്പൊ ആധുനിക ലോകത്ത് ആളുകൾ പറയാണ്, എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പ്. വളരെ വലിയ വിവരക്കേട്. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളായിട്ട് എന്ത് ബന്ധമുള്ളത്? നിങ്ങളൊക്കെ ആയിട്ട് എന്ത് ബന്ധമാണ്? എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാം. നിങ്ങൾക്ക് എന്നെ കൊണ്ട് വലിയ ഉപകാരം, ഞാൻ ഈ നാടിനൊക്കെ വലിയ ഉപകാരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്റെ ബോഡി എന്റേത് മാത്രമാവും. നിങ്ങൾക്കും കൂടി ആവശ്യമുള്ള ശരി. അതുകൊണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്കും കൂടി ആവശ്യമുള്ളതല്ലേ. ഇവിടെ സമൂഹം, അതായത് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. ഇതൊരു നല്ല പോയിന്റാ കുട്ടികളെ, ചെറുപ്പക്കാരെ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. നീ ഒറ്റക്കല്ല. നീ ഒറ്റക്കുള്ളതിന് രാഷ്ട്രം എന്ന് പറയില്ല. നീ ഒറ്റക്കുള്ളതിന് സമൂഹം എന്ന് പറയില്ല. നീ ഒറ്റക്കാകുന്നതിന് സമൂഹം എന്ന് പറയില്ല. ഒറ്റക്കാവുമ്പോ സമൂഹം എന്ന് വേറൊരു ആത്മീയ തലത്തിൽ പറയാറുണ്ട്. അത് ഇബ്രാഹിം നബീനെ പറ്റി പറയാം. അതല്ലേ ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ, ഒരു വീട്ടിലെ ഭാര്യ, ഭർത്താവ്, മക്കള്, ഇതൊക്കെ കൂടിയതാണ് ഫാമിലി എന്ന് പറയുന്നത്. ആണല്ലോ. അങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രവും സമൂഹം ഉണ്ടാവുക. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എല്ലാം ഓരോരുത്തരും പറയുകയാണെന്ന് എന്റെ ബോഡി എന്നത്. എങ്കിൽ ഒരാൾ ചോദിക്കാണ്, രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഞാൻ എന്തിനാ എന്റെ ശരീരം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ചിന്തിക്ക്. തലതിരിഞ്ഞ ആശയം കൊണ്ടുനടക്കുമ്പോ ചിന്തിക്ക്, എന്റെ ശരീരം അല്ല, നിന്റേതല്ല. നിന്റേതാകുന്ന എങ്ങനെ? നിനക്ക് എന്ത് പങ്കാതിലുള്ളത്?
നിന്റെ ശരീരത്തിന്റെ കണ്ണിൽ നിനക്ക് എന്ത് കൺട്രോളാണ്? രാവിലെ എഴുന്നേറ്റുണ്ട്, കണ്ണ് തടിച്ചു നിൽക്കുന്നു, ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട് കണ്ണില്. ഹോസ്പിറ്റലിൽ പോയി പറയണ എന്ന വലിയൊരു അസുഖമാണ്. ആരാ നിയന്ത്രിച്ച്? മോളെ പറയല്ലോ, എന്റെ ശരീരം. ആ സൗന്ദര്യ എന്ന് പറഞ്ഞ സിനിമാ നടീനെ കുറിച്ച് കേട്ടില്ല നിങ്ങള്? എന്ത് വലിയ കുത്തിഘോഷിച്ചു വന്ന ഒരു ഫ്ലൈറ്റ് അപകടത്തിലാണ് മരിക്കുന്നത്. അവരുടെ കാലിങ്ങനെ പിടിച്ചപ്പോ ആ കാല് അരക്കെട്ട് തിങ്ങി ഇരിഞ്ഞു പോന്നു. നമ്മൾ പഴമൊക്കെ ഇരിയുന്നമായി. എന്താ? കത്തിച്ചാമ്പലെ. സൗന്ദര്യ എന്നായിരുന്നു പേര്. സൗന്ദര്യത്തിന്റെ മഹാനിദർശനമായിരുന്നു. ഒറ്റ ഫ്ലൈറ്റ് ആക്സിഡന്റിലാണ് കഴിഞ്ഞു. ഡയാന രാജകുമാരി പാപ്പരാസികളുടെ കണ്ണിൽ നിന്ന് മോചനം തേടി, അല്ലെ? അപകട മരണമായിരുന്നു അവരുടെ. ഇവിടെ ആരാണ് ശാശ്വതമായി നിലനിൽക്കുന്നത്? ഈ ലോകത്ത് ആർക്കാണ്? നമ്മളെല്ലാം കൂടി ചേർന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി ഒരു കെട്ടിടം നോക്ക്, എത്രയോ ചെങ്കല്ലുകളോ ഇഷ്ടികകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോളോ ബ്രിക്സുകളോ ചേർന്നാണ് ഈ കെട്ടിടം. ഒരു ഇഷ്ടികയോട് ഒരു ഇഷ്ടിക ചേരുമ്പോഴാണ് ഞാനൊരു സെപ്പറേറ്റ് ഇഷ്ടിക, ഇതെന്റെ ബോഡി, എന്റെ തെരഞ്ഞെടുപ്പ്, ഞാൻ കണ്ടെത്തി കിടക്കാനാ തീരുമാനിക്കുന്നത്. ഒരു ഇഷ്ടിക തീരുമാനിച്ചാൽ കെട്ടിടം ഉണ്ടാവില്ല. ഉണ്ടാവോ? മനസ്സിലായോ? സിമ്പിൾ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ മനുഷ്യർ ഒന്ന് ചേർന്നാണ്. അതുകൊണ്ട് എനിക്ക് ആരോഗ്യം മാത്രമല്ല, ഇപ്പോ ഈ കഴിഞ്ഞ ഡിസംബർ 1, ഡിസംബർ 30 ലോക എയ്ഡ്സ് ദിനായിരുന്നു. ഡിസംബർ 30 ലോക എയ്ഡ്സ് ദിനായിരുന്നു. ഈ ലോക എയ്ഡ്സ് ദിനത്തിൽ ആരോഗ്യമന്ത്രി പറയുന്നതറിയാം, പൂജ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ വിചാരിക്കുന്നത്. പൂജ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 10 എയ്ഡ്സ് രോഗി ഉണ്ടെങ്കിൽ ഒറ്റ എയ്ഡ്സ് രോഗി ഇല്ലാത്തൊരു കേരളം. എനിക്ക് അത്ഭുതം തോന്നി. ഇപ്പൊ ഒരു ബസ് കേരളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കേരള സദസ്, നവകേരള സദസ്സിന്റെ ഒരു ബസ്. ആ ബസ്സിൽ ഒരു സീറ്റിൽ ആരോഗ്യമന്ത്രി, അതേ സീറ്റിന്റെ അപ്പുറത്തിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി. ക്ഷമിക്കണം, ഞാൻ രാഷ്ട്രീയം പറയല്ല, നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഒരു സീറ്റിൽ 2 സ്ത്രീകൾ, ഒന്ന് ആരോഗ്യമന്ത്രി. ആരോഗ്യമന്ത്രി കേരളത്തോട് പറയുന്നത് അറിയോ? ഡിസംബർ 1 എയ്ഡ്സ് രോഗികളില്ലാത്ത ഒരു കേരളം. അതാണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എന്റെ സങ്കല്പം. അവരുടെ ഷോൾഡറിനോട് ഷോൾഡർ വരതി കുത്തിരിക്കാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി. ഈ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തോട് പറയുന്നത് അറിയോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, എയ്ഡ്സ് രോഗികളാൽ മുഖരിതമായ ഒരു കേരളമാണ് എന്റെ വിദ്യാഭ്യാസ സങ്കല്പം. എങ്ങനെ എയ്ഡ്സ് രോഗികളെ കൊണ്ട് നിറയുന്ന ഒരു കേരളം. ഈ വാക്ക് എന്റേതാണ്, ആശയം അവരുടേതാണ്. അവരിവിടെ നടപ്പാക്കുന്ന ഒരു ആശയമുണ്ട്, ജെൻഡർ ന്യൂട്രാലിറ്റി. പുതിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയരുത്, ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയരുത്. മാത്രമല്ല, സാമ്പ്രദായിക കല്യാണ നടപടികളൊക്കെ അവസാനിക്കണമെന്ന് അവർ ട്വിറ്റർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ലേഡി പറഞ്ഞത് അതാണ്. അവര് പറയുന്നത് എന്താണ്? പുത്തൈന ലൈംഗികത, ഉദാര ലൈംഗികത അതുണ്ടാവണം, അത് വരണം. നോക്കൂ, ലേബറിന്റെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അതുണ്ടോ? അതിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ക്ലിപ്പ്. യെസ്, അതെ, ആ ക്ലിപ്പ് പാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല, പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറയും? ശരിയാണ്, അത് ഒരു സാഹചര്യമില്ല. സൊല്യൂഷൻ ഫോർ ദാറ്റ്. ചക്കിക്കൊത്ത ശങ്കരൻ നിറഞ്ഞാതിരെ ഇന്റർവ്യൂ നടത്തുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് അറിയോ? എനിക്കൊരു പെണ്ണിനെ പോറ്റാനൊന്നും കഴിയില്ല, ബാധ്യത ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, കല്യാണവും കഴിച്ച് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടൊന്നും പറ്റില്ല. സെക്സ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ, ബാധ്യതകളില്ലാത്ത ലൈംഗിക ബന്ധം, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അത് അത്രേ ബുദ്ധി വികസിച്ചിട്ടുള്ളൂ, അത്രേ വിവേകം ഉണ്ടായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇങ്ങനെ തെക്കെടുക്ക ഇങ്ങനൊക്കെ പറയുമ്പോ എന്താ പറയും? ബാധ്യതകളൊന്നും ഏറ്റെടുക്കണ്ട, കല്യാണം കഴിച്ചാല് പെണ്ണിനെ പോറ്റണം, അപ്പൊ അധ്വാനിക്കണം, ഇതൊന്നും വേണ്ട. എവിടെങ്കിലും അയാൾ എന്താ പറയുന്നറിയോ? എന്റെ ബാധ്യത എന്താണെന്ന് അറിയോ? യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ പാപനഗരങ്ങൾ വേണം. എങ്ങനെ? യൂറോപ്പിലെ അമേരിക്കയിലെ പാപനഗരം, അതായത് ഒരു പ്രദേശത്തെ കടന്നു ചെല്ലുന്നിടത്തുള്ള ബോർഡ് എന്താ അറിയോ? വലിയ ബോർഡ് അവിടെ സ്വീകരിക്കുന്ന ആ സ്വാഗത ബോർഡിൽ എഴുതി വെച്ചത് പാപനഗരത്തിലേക്ക് സ്വാഗതം. 300 നൈറ്റ് ക്ലബ്ബുകളാണ് അമേരിക്കയിലുള്ളത്. ഉടുതുണി ഉരിഞ്ഞ സ്ത്രീയും പുരുഷനും എല്ലാവിധ കുത്തഴിഞ്ഞ ലൈംഗികതയും. ആരാ മോനെ നിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ എന്ന് വായ വിളക്കുന്ന ഫാദർലെസ് അമേരിക്ക. അവിടെ ഒക്കെ പോയി വന്നപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര
കുളങ്ങര എന്ന അത്യാവശ്യ സംസ്കാരം നിലനിർത്തിയെന്ന മനുഷ്യന് തോന്നുകയാണ് ഇവിടെയും വേണം അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. അല്ലാതെ കല്യാണം കഴിച്ചു കൂടാൻ ചിലർക്ക് കഴിഞ്ഞില്ലെങ്കിലോ എന്നെ ഇസ്ലാം നോമ്പോൽക്കാൻ മാത്രമല്ല, കല്യാണം കഴിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കിയ മത ഇസ്ലാം. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് സക്കാത്ത് കുമിഞ്ഞുകൂടിയപ്പോ അദ്ദേഹത്തോട് ഗവർണർമാർ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞു മഹർ കൊടുക്കാൻ കഴിയാത്ത, പെണ്ണിനെ പോറ്റാൻ കഴിയാത്ത ആളുകൾക്ക് സക്കാത്ത് സെല്ലിൽ നിന്ന് എടുത്തു കൊടുത്ത് അവരെ ഭദ്രതകളായി. സമൂഹത്തിന്റെ ബാധ്യതയാണ് കല്യാണം കഴിപ്പിക്കാന്നുള്ളത്. ആ വ്യക്തിയുടെ മാത്രമല്ല, ഖുർആന്റെ 24-ാം അധ്യായം 32-ാമത്തെ വചനത്ത് പറയുന്നത് അങ്ങനെയാണ്. സമൂഹത്തിന്റെ ബാധ്യതയാണ്, അല്ലാതെ ഓനെ വ്യഭിചരിക്കാൻ വിടുകയല്ല. ഇനി ഇങ്ങനെ വ്യഭിചരിക്കാൻ പെണ്ണുങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണാവാൻ പറ്റുമോ? പറ്റില്ല. എന്റെ പെങ്ങളെ ഞാൻ വിടുവോ? അപ്പൊ ആരാണ്ട് അമ്മക്ക് ഭ്രാന്തെടുത്താ കാണാൻ നല്ല ജയിലാണ്. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. ഇതേവരിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ കുട്ടികളോട് പറയാം, കുട്ടികളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയേ അല്ല കാര്യങ്ങൾ, നിങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് തുടർച്ചയായി ഒരു 3 ക്ലിപ്പ് കേൾപ്പിക്കാം. മൈത്രേയന്റെ 3 ക്ലിപ്പുകൾ. അതായത് കാഴ്ചപ്പാടുകളുടെ, ജീവിത കാഴ്ചപ്പാടുകളുടെ വ്യത്യാസത്തെ കുറിച്ച് വിലയിരുത്താതെ പോയാൽ നമ്മുടെ കുട്ടികളൊക്കെ പണ്ടൊക്കെ, ഞാൻ ഇത് പറയുന്നത് ചുമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് നമ്മുടെ മക്കൾ റൂമിൽ മേലെ അവരവരുടെ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് അപ്പുറത്തെ റൂമിൽ വേറൊരു മോള്, ഇപ്പുറത്തെ റൂമിൽ വേറൊരു മോള്, ബാപ്പ കൊലായിലിരിക്കുന്നു, ഉമ്മ അടുക്കളയിലിരിക്കുന്നു, അടുക്കളയിൽ റേഞ്ച് ഇല്ലാത്ത പുറത്തെ അടുക്കളയിൽ ഇരിക്കുന്നത്. അങ്ങനെ അമ്മനെ പാമ്പ് വരെ കടിച്ച രംഗങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്ത് ചാടി കയറി ഇരുന്നതാ റേഞ്ച് കിട്ടാൻ വേണ്ടി. എല്ലാരും മൊബൈലിലാണ്. അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് പൊട്ടിക്കരയാണ്. ആ ഉമ്മ പറയുന്നത് നല്ല ദീനിയായി ജീവിച്ച ഒരു മുജാഹിദ് കുടുംബത്തിൽ നിന്ന് വിളിക്കുന്നു. ഇവിടെ സമസ്തക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും. അവരുടെ കുടുംബത്തിൽ നിന്ന് എത്ര ആളുകളാണ് ഞങ്ങളെ പോലുള്ളവരെ വിളിക്കുന്നതെന്നറിയോ? മക്കളും ഫ്രീ തിങ്കേഴ്സ് ആയി പോയിട്ട്, യുക്തിവാദികളായി പോയിട്ട് അവരൊക്കെ ഈ ലിയാഖത്ത് അലിയുടെ, അതുപോലെ ഹാരിഫ് ഹുസൈന്റെ, ജബ്ബാറിന്റെ, ജബ്ബാർ ഖുർആൻ ക്ലാസ് എടുക്കുക. അങ്ങനെ പോലും ഖുർആൻ ക്ലാസ് മൗലികമായി മുസ്ലിങ്ങൾ പോലും എടുക്കില്ല. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് ഞാൻ ഈ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ആളുകളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ അറിയോ? ഇവിടെ ഇതൊക്കെ ശക്തിപ്പെടാനുള്ള കാരണം എന്താ? നമ്മൾ ദുർബലപ്പെട്ടത് കൊണ്ടുകൂടിയാണ്. അതറിയണം. എവിടെയാണോ കോട്ടവാതിൽ ദുർബലമാകുന്നത് അവിടെ കള്ളൻ അടിച്ചു തരൂലേ? സ്വാഭാവികം. അവരുടെ വർക്ക് ശരിക്കും പറഞ്ഞാല് ഒരു മഹാത്യാഗം ഏറ്റെടുത്തിട്ടാണ് യുക്തിവാദികളോട് പ്രവർത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഓരോ നിമിഷം ഓരോ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ശകലങ്ങൾ ഇട്ട് തെറ്റിദ്ധരിപ്പിച്ച് എത്ര ആളുകളെ അവര് ഈ രൂപത്തിൽ പൈഡ് പേപ്പറിന്റെ കൊയല് പോലെ കൊണ്ടുപോകുന്നതെന്ന് വല്ല വിവരമുണ്ടോ? അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ചില കമന്റുകൾ നമ്മൾ പറയുന്നത്. നിങ്ങള് മൈത്രേയന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇന്ന് ലോകത്ത് ഏറ്റവും ഭയചകിതമായ രൂപത്തിൽ നിൽക്കുന്നത് ലൈംഗികമായ പ്രശ്നങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളുമാണ്. കുടുംബ ശൈഥില്യങ്ങൾ. അതായത് ഇനി അങ്ങോട്ട് കേരളത്തിൽ ഒരു കുടുംബ സംവിധാനം ഉണ്ടാകരുത്, അത് തകർന്നു കാണണം എന്നിവരൊക്കെ ആലോചിക്കും. അതുകൊണ്ട് മൈത്രേയന്റെ 3 ക്ലിപ്പുകളിലൂടെ നമുക്ക് കടന്നു പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യ ക്ലിപ്പ് നിങ്ങൾ കേട്ടോളൂ. ഞാൻ എന്നെ വിൽക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഒരാളുടെ വേശിയാകുക എന്ന് പറയുന്നതിനപ്പുറത്തോട്ടൊന്നുമില്ല ഈ ഭാര്യാവധം. ഒരു അവകാശവും അറിയില്ല. അങ്ങനെ നിന്ന് പറയാ ചെയ്യാ. അപ്പോ ആളുകൾ വിചാരിക്കും നല്ല ബുദ്ധിജീവിയാണ്, നല്ല ബുദ്ധിജീവിയാണ് എന്ന് അയാൾക്ക് തോന്നുന്ന അയാളോട് ചോദിക്കും, നിങ്ങൾ ബുദ്ധിജീവിയാണോ? ഞാൻ തന്നെ. നിങ്ങൾ ചിന്തകനാ? ആര് പറഞ്ഞു? ഞാൻ തന്നെ. നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ല, എനിക്കേ ബുദ്ധിയുള്ളൂ. ഇപ്പൊ എന്താ പറഞ്ഞറിയോ? ഒരു പെണ്ണ് കാണാൻ വരുമ്പോ ഒരുങ്ങി നിൽക്കല്ലോ. ഒരു അത്യാവശ്യം ഒരു പുരുഷൻ കാണാൻ വരുമ്പോ ഒരു പെണ്ണ് സ്വാഭാവികമായിട്ട് ഒരുങ്ങി നിൽക്കൂലേ? ആ ഒരുങ്ങി നിൽക്കൽ എന്താണ്? ഒരാളുടെ വേശിയാകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കാഴ്ചപ്പാട് നോക്കണേ. ഒരാളുടെ, അതായത് ശരിക്കും ഇയാളെ ജയിലടക്കണ്ടേ കേരള ജനത? ഇവിടുത്തെ സർക്കാർ എന്തെടുക്കുക? കാരണം പിണറായി വിജയൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, പിണറായി വിജയന്റെ മോളെ മരുവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ശംസുൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം റിയാസ് കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിലെ സകല മതസമൂഹത്തെ പറ്റി ഇയാൾ എന്താ പറയുന്നത്? മാന്യമായി കല്യാണം കഴിച്ച പെണ്ണിനെ വേശ്യാന്ന് വിളിച്ചു. കേസെടുത്തോ ആരെങ്കിലും? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞാൻ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ച് ഒരു പരാമർശം നടത്തി. എന്റെ പേരിൽ കേസെടുത്ത സർക്കാർ ഇവനെ കെട്ടയച്ചു വിട്ടിരിക്കുക. ഇവനെന്താ പറയുന്നത്? കല്യാണം കഴിച്ച് മാന്യമായി ജീവിക്കുന്ന വേറൊരു പുരുഷനെയും ജീവിതത്തിൽ മനസ്സിൽ കരുതാത്ത പെണ്ണിനെ വേശ്യ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ മൈത്രേയൻ നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. കേരള സർക്കാർ എന്തെടുക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരള സർക്കാരിന് ഇതൊക്കെ ഇഷ്ടം.
ഭരണഘടന ഭരണകൂടത്തിന്റെ എല്ലാ മേഖലയും ഉപയോഗിച്ച് ഈ ഭൗതികത ലിബറലിസം അരക്കട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ പോലും. നമുക്ക് എത്ര പേർക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത ക്ലിപ്പ് കേട്ടോളൂ. മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടല്ലയോ ഈ എന്താണ് ഇവിടെ നിൽക്കുന്നേ? ഈ കല്യാണ സ്ഥലത്ത് പോയിട്ടുണ്ടോ നിങ്ങള്? അവിടെ വധു എങ്ങനെയാ നിക്കുന്നേ? ഞാനിപ്പോ മുല്ലപ്പൂന്നും ചൂടിയല്ല. മുല്ലപ്പൂ ചൂടാതെ ചൂടിയിട്ട് എനിക്ക് വേഷം ഇട്ട് നിങ്ങളെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാവുന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല. അതിനെയാണ് വേശ്യാവൃത്തിയിലുള്ള ആൾക്കാർ അങ്ങനെയാ നിക്കുന്നത്. ഒരു വേശ്യയെ പോലെ അന്ന് അവിടെ നിൽക്കും. അതെ, ആ പെണ്ണാണല്ലെന്ന് പറയുന്നത്. വേശ്യാവൃത്തിക്ക് എന്താ അത്ര സംശയം? അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. എന്താ അത്ര സംശയം? നിങ്ങൾ ആലോചിച്ചു, സത്യത്തിൽ വേശ്യ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒന്നിലധികം പുരുഷന് ശരീരം കൊടുക്കുന്ന ഒരു പെണ്ണിനെ ആ മലയാള ഭാഷയുടെ അർത്ഥം പോലും അറിയാത്ത ആളുകൾ അത് ചിന്തിച്ചു നോക്കണം. ഒരു സമൂഹത്തിന്റെ സാംസ്കാരികതക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നതാണ് ഇവരൊക്കെ. ഈ കേരളത്തെ ഏറ്റവും വലിയ തോന്നിയാസത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അത് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു പരിഹാസമുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. എന്നിട്ട് അത് സംസ്കാരം സദാചാരം എന്ന് എനിക്ക് പറഞ്ഞില്ല. ഇവിടുത്തെ സദാചാരം ഇടിഞ്ഞു പോകുന്നു. എന്തൊരു സാധനം! അതുകൊണ്ട് അതൊന്നും എനിക്ക് പറഞ്ഞു തരുമൊന്നും വേണ്ട. അത്ര അധമമായ സംസ്കാരമാണ് ഈ നാട്ടിലുള്ളത്. എങ്ങനെ എനിക്ക് എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ ഏതായാലും നന്നാവൂല. വിവാഹം എന്ന മഹാസംസ്കാരത്തെ അധമത്വം എന്നാ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ തലതിരിഞ്ഞവരാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. നമ്മുടെ മക്കൾ കെടുവരുവോ? നമ്മുടെ മക്കൾ നന്നാവോ? ആലോചിച്ചു നോക്കാനാണ്. ഉമ്മമാരെ, വലിയ ചുമതലയാ നിങ്ങൾക്കുള്ളത്. ഷെയ്ഖ് ജീലാനിയുടെ മാതാവ് സ്വന്തം മകന് നൽകിയതുപോലെ മൗലാന മുഹമ്മദ് അലി ജവഹറിനും മൗലാന അബുൽ കലാം ആസാദിനുമൊക്കെ അവരുടെ മാതാക്കൾ നൽകിയ ധാർമ്മികത പോലെ, സഹാബത്തിന് പകർന്നു കൊടുത്ത ധാർമ്മികത പോലെ, മറിയം ബീവിയുടെ പരിശുദ്ധമായ ചിന്ത പോലെ, ആസിയ ബീവി കാണിച്ച ആദർശ ധീരത പോലെ നിങ്ങൾ സടകുടം ചെയ്തിട്ടില്ലെങ്കിൽ ഈ നാടെന്താകുന്ന നിങ്ങൾ വിചാരിച്ചു? ഇനിയിപ്പോ ഫറൂഖ് കോളേജിലെ ഒരു സിനിമാ സംവിധായകനെ തടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വിവാദം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അവനെ തടുത്ത കുട്ടികളില്ലേ, അവരെ നമ്മൾ ശരിക്കും ആദരിക്കും, ബഹുമാനിക്കും. അവര് ബുദ്ധിജീവികളാ, അറിവുള്ളവരാ, വകതിരിവുള്ളവരാ. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? ഈ കാതൽ എന്ന സിനിമ സത്യത്തിൽ മുസ്ലിം നടനെ പെടുത്തിയതാ, ട്രാപ്പിലാക്കിയതാ. തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു, പക്ഷെ മറഞ്ഞു ചെയ്യും. ജിയോ ബേബി എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അയാള് ശരിക്കും എന്തിനാണ് സിനിമ എടുക്കുന്നത്? സാധാരണ കേരളത്തിലെ സിനിമ എടുക്കുന്നവരാരും അതിന്റെ ദുരന്തത്തെ പറ്റി പറയാറില്ല. ഇയാള് ലോകത്തോട് അങ്ങനൊരു സഹായം കേരള ജനതയ്ക്ക് അയാൾ ചെയ്യുന്നു. അയാൾ പറയുന്നത്, ഞാൻ സിനിമ എടുക്കുന്നത് നശിപ്പിക്കാൻ, സമൂഹത്തെ തകർക്കാൻ, കുടുംബ ശൈഥില്യം ഉണ്ടാക്കാൻ, കുടുംബത്തെ കലക്കാൻ. എന്റെ സിനിമ കണ്ടിട്ട് 10 കുടുംബം ഡൈവേഴ്സ് ആയാൽ ഞാൻ മഹാസന്തുഷ്ടനാണ്. നോക്കൂ, കേരള ജനതയിൽ ഒരുത്തം വിളിച്ചു പറയാ. എന്നിട്ടോ മലയാളി പുരോഗമനം. എന്താ പുരോഗമനം? നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്ര സന്തോഷിക്കും. എങ്ങനെയുണ്ട്? ഒന്നൂടെ കേൾപ്പിച്ചവനെ. ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്ര സന്തോഷിക്കും. അതായത് ലോക മലയാളികൾ മുഴുവനും കേൾക്കെ ഒരു ഇന്റർവ്യൂല് പറയാണെന്ന്, ഞാൻ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സിനിമ കണ്ടുവന്ന 10 ആളുകൾ തമ്മിൽ തല്ലിപ്പിരിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവ മാനസിക രോഗിയല്ല സുഹൃത്തുക്കളെ. എന്നിട്ട് ഇവന്റെ സിനിമ കുടുംബസമേതം ഇരുന്ന് കാണുക. കുടുംബം കലക്കാനാണ് ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് ലോകത്തോട് വിളിച്ചു പറയാ. എന്നിട്ട് മക്കൾ അനാഥരാവുക. അച്ഛനമ്മമാരുടെ കൂടെ 10-20 കൊല്ലം ജീവിച്ച ആ മക്കൾക്ക് പിന്നെ മാതാപിതാക്കൾ ഇല്ലാതാവുക. അവർ 2 കുടുംബങ്ങളിലേക്ക് വേർപിരിയുക. അതിനുവേണ്ടിയാണ് ഞാൻ സിനിമ ഇറക്കുന്നത് എന്ന് പരസ്യമായി മലയാളക്കരയിൽ പറഞ്ഞപ്പോ അവനെ പറ്റി പഠിച്ച ഫറൂഖിലെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ചൂണ്ടിക്കാണിക്കാൻ പൈതൃകമുള്ള മക്കൾ പറഞ്ഞു, സംസ്കാര ശൂന്യ, ലോകം കണ്ട വൃത്തികെട്ടവനെ നീ ഞങ്ങളുടെ കോളേജിൽ വരണ്ട. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിനിമാ സംവിധായകന്റെ ക്വാളിറ്റി 10 കുടുംബത്തെ കലക്കി.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ അമേരിക്കയില് ബിൽ ക്ലിന്റൺ അധികാരത്തിലേൽക്കുമ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്യാം. ഈ ബിൽ ക്ലിന്റൺ അധികാരത്തിലേൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഓഫറുണ്ട്. എന്നറിയോ, നിങ്ങൾ എന്നെ അധികാരത്തിലേറ്റിയാൽ അമേരിക്കയുടെ കുത്തഴിഞ്ഞ കുടുംബരംഗം ഞാൻ നന്നാക്കുന്നു, കെട്ടുറപ്പുള്ള ഒരു കുടുംബം ഞാൻ ആക്കുന്നു. അതൊരു അന്തസ്സുള്ള വർത്താന. അമേരിക്കയിലെ അതെന്താ കാരണം? അമേരിക്കയിലെ കുടുംബമൊക്കെ തകർന്നു, കോഹാബിറ്റേഷൻ വന്നു, കുട്ടികളില്ലാത്ത അവസ്ഥ വന്നു. ഇന്ന് ചൈനയിലെ സ്ഥിതി എന്താ? ഒന്നിൽ കൂടുതൽ പ്രസവിക്കുന്നവർക്ക് ലക്ഷങ്ങളാ ഓഫർ. ഒറ്റക്കുട്ടി സിദ്ധാന്തം നടപ്പാക്കിയ രാഷ്ട്രമായിരുന്നു ചൈന. രണ്ടാമതൊരു കുട്ടി ഉണ്ടായാൽ 48 ലക്ഷം റുപ്യ അവിടെ ചെന്നിട്ട് അടയ്ക്കണം അവര്. ആലോചിച്ചു നോക്കണം നിങ്ങള്. അങ്ങനത്തെ ചൈന ഇപ്പൊ പറയാണ് കൂടുതൽ പ്രസവിക്കണം. അവിടെയും പ്രായോഗിക. ജർമ്മനിയിലൊക്കെ അവസ്ഥ എന്താ അറിയോ? ക്രിസ്ത്യാനികൾക്കിടയിൽ കുട്ടികളില്ല, മുസ്ലിങ്ങൾക്കിടയിൽ കുട്ടികളുണ്ട്. കാരണം ക്രിസ്ത്യാനികൾക്കിടയിൽ സ്ത്രീകളുടെ ബാധ്യത അവരുടെ ഗർഭിണിയായാൽ ചെലവാക്കേണ്ടത് അവരാണ്. അവരധ്വാനിച്ചുണ്ടാക്കണം. പ്രസവിച്ചാൽ അവർ ചെലവാക്കണം. ഭർത്താവിന് ബാധ്യതയല്ല. അതുകൊണ്ട് അവർ കല്യാണം കഴിക്കാൻ തയ്യാറല്ല, പ്രസവിക്കാൻ തയ്യാറല്ല. മുസ്ലിങ്ങളോ അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം. പുരുഷന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് പ്രശ്നമില്ല. കൃത്യസമയത്ത് കല്യാണം നടക്കുന്നു, കൃത്യസമയത്ത് പ്രസവം നടക്കുന്നു, കൃത്യസമയത്ത് വിദ്യാഭ്യാസം നടക്കുന്നു, ഇതൊക്കെ നടക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത ക്ലിപ്പ് ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ഈ വിവാഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. എങ്ങനെയുണ്ട്? വളരെ ദുഷിച്ച മോശമായ കുടുംബത്തിന്റെ ഇംഗ്ലീഷ് നമ്മൾ എന്താ പറയല്? ഫാമിലി റെസ്റ്റോറന്റ്, ഫാമിലി ഹോട്ടല്. ശരിക്കും എപ്പോഴെങ്കിലും ഈ പറയുന്നത് എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? ഫാമിലിയിലെ ആദ്യത്തെ എഫ് എന്താ? ആർക്കെങ്കിലും അറിയോ? ഫാമിലി, നമ്മള് ഫാമിലി FAMM ല്ലേ? എന്താ ILY ഫാമിലി. എന്താ ഫാമിലിയുടെ ആദ്യ അക്ഷരം F എന്ന് പറഞ്ഞ ഫാദർ, കുടുംബത്തിന്റെ നാഥൻ, ഫാദർ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാലോ? ഫാദർ ആൻഡ്. അപ്പൊ എമ്മോ മദർ, ഫാദർ ആൻഡ് മദർ. ഐ ലവ് യു. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. അത് ദുഷിച്ച വ്യവസ്ഥിതിയാണ്. കാർൽ മാർക്സ് പറഞ്ഞതാ. അത് ഈ ഇടതുപക്ഷക്കാരന്റെ ഭ്രാന്താണ് കേട്ടത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൂടി. ഈ ലിബറലിസമാണ് അടിച്ചേൽപ്പിക്കുന്നത്. കുടുംബ വ്യവസ്ഥ മോശമാണ്. പിന്നെ തെരുവിലോ എയ്ഡ്സും എബോളയും സിഫിലിസുമുള്ള തെരുവുകൾ വേണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് സംവിധായകന്മാരെന്ന പേരിൽ. അതിൽ പോയി തലവെച്ചു കൊടുത്ത മുസ്ലിം സിനിമാ നടൻ, അയാൾ അതിൽ കൊണ്ടുപോയി പെടുത്തി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഭാര്യ വീട്ടിൽ കിടന്നുറങ്ങുക, എന്നിട്ട് ഭർത്താവ് ചെക്കന്മാരെ കൂടെ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏത് തിന്മയിലേക്കാണ് ഈ ആളുകൾ നയിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത വാചകം കേട്ടോളൂ. വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ കൂടുതൽ പറയാനുള്ളത്. അടുത്ത വാചകം കേട്ടോ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എന്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും സാരമില്ല, നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ പറയും. മനസ്സിലായി നിങ്ങൾക്ക്? എനിക്ക് വേറൊരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യയെ കൊല്ലും, എന്നെ കൊല്ലും. നേരെ മറിച്ച് ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷപ്പെടുത്താൻ അവിടെ എന്റെ കൂടെ നിൽക്കുന്നു. അപ്പൊ എന്താ അയാൾ ആഗ്രഹിക്കുന്നത്? അയാൾ സിനിമ എടുക്കുന്നത് എന്തിനാ? കുത്തഴിഞ്ഞ ലൈംഗികത ഉണ്ടാക്കാൻ വേണ്ടി. അയാളുടെ സിനിമകളൊക്കെ അങ്ങനെ ആയിത്തീർന്നത് കൊണ്ടാണ്. ഒരു തരം കീർക്കമ്മ. എന്നിട്ട് ഓരോ ബുദ്ധിജീവിയായി കൊണ്ടെടുക്കുക. കേരള സമൂഹം എന്ത് പറ്റി നിങ്ങൾക്ക്? കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയ സാധനങ്ങളാണോ അത്? ഇത് ഞാൻ പറയുന്നല്ലോ, അയാൾ ലോകത്തോട് വിളിച്ചു പറയുന്നതല്ലേ. എത്ര ഭീകരമായ വാദമുഖങ്ങളാണ് ഇവർ ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പൊ ഇതാ നിങ്ങൾ നോക്കൂ, സ്കൂളുകളിൽ പറയാനെന്ത്, അവിടെ ഒരു വിദ്യാർത്ഥി സംഘടന മുഴക്കിയ മുദ്രാവാക്യം എന്താ പറയുന്നത്? ഉണരണം കലാലയം. എന്താണ് ഉണരണം കലാലയം? അപ്പൊ ഞാൻ നോക്കി, പടച്ചോനെ, ഒരു കലാലയം ഉണരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏത് തലച്ചോറുള്ളവരും എന്താ ചിന്തിക്കുക? അവിടെ നല്ലൊരു ലൈബ്രറി വേണം, അവിടെ നല്ല വിദ്യാഭ്യാസം വേണം, അവിടെ നല്ല പാഠ്യപദ്ധതി വേണം, അവിടെ നല്ലൊരു പ്രിൻസിപ്പൾ വേണം, അവിടെ കുറെ നല്ല അധ്യാപകർ വേണം, അവിടെ പഠിക്കാൻ അവസരമില്ലാത്ത കുട്ടികൾക്ക് അവസരമുണ്ടാക്കണം. അതൊരു വലിയ വികാസം. പക്ഷെ ഞാൻ തൊട്ടുകത്തിൽ വായിച്ചപ്പോ ഉണരുന്നത് പ്രത്യുൽപാദന അവയവത്തെ കുറിച്ചാണ് പറയുന്നത്. എവിടൊക്കെയാണ് ലൈംഗികമായി ഉണരേണ്ടത് എന്ന് ഒരു വിദ്യാർത്ഥി സംഘടന താഴെ എഴുതി വെക്കുക.
ആണിനെ കല്യാണം കഴിക്കണം, പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നാ പറയുന്നത്. ഞാൻ നിങ്ങളോട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ടി കെ അഷ്റഫ് സാഹിബ് ഫാമിലി കോൺഫറൻസിൽ എല്ലാ സ്ഥലത്തും അവതരിപ്പിച്ച പോയിന്റാണ്, കുട്ടികളോട് കല്യാണത്തെ പറ്റി ചോദിച്ചു നോക്ക്. നമ്മുടെ പെൺകുട്ടികളോട് അവർക്ക് ആവശ്യമില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് അവസാനം അവർ പറയുന്നത് എനിക്ക് ആണിന്റെ കൂടെ ജീവിക്കാൻ കഴിയൂല. ഞാൻ മക്കളോട്, മക്കളെ നിങ്ങൾക്ക് വല്ല തലച്ചോറുണ്ടോ? എന്താ ഈ പറയുന്നതിന് വല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, ഈ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഇപ്പൊ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവരുണ്ട്, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു സിനിമാ രംഗത്ത് നിന്ന് എടുത്താൽ MT വാസുദേവൻ നായർ, വൈക്കം ബഷീർ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവര്, ഇപ്പൊ മെസ്സി ഇഷ്ടപ്പെടുന്നവരുണ്ട്, റൊണാൾഡോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എംബാപ്പെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെ? ഞാൻ ചോദിക്കുന്ന പൊന്നു മക്കളെ, നിങ്ങൾ പറയുന്ന കാര്യം ഇവിടെ നടപ്പാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എംബാപ്പെ എന്ന് പറഞ്ഞൊരു കളിക്കാരൻ ഉണ്ടാവുമോ? മെസ്സി എന്ന് പറഞ്ഞൊരു കളിക്കാരൻ ഉണ്ടാവുമോ? റൊണാൾഡോയുടെ അച്ഛനും മെസ്സിയുടെ അച്ഛനും തമ്മിലാണ് കല്യാണം വിചാരിക്കുക, മെസ്സി ഉണ്ടാവില്ല, എംബാപ്പെ ഉണ്ടാവില്ല. അത് ചിന്തിക്കാനുള്ള തലച്ചോറെങ്കിലും ഈ വിവരദോഷിയെ രണ്ട് കാലിൽ നിൽക്കുന്ന ഇരുകാലി പറഞ്ഞു തരുമ്പോ നമുക്ക് ഓർമ്മ വേണ്ടേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആദില നൂറ എന്ന് പറയുന്ന രണ്ട് കുട്ടികള് വിവാഹിതരായി എന്ന് സോഷ്യൽ മീഡിയകൾ പറയുന്നു. അതിന് വിവാഹം എന്ന് പറയില്ല. ആണുമായി ബന്ധപ്പെടുന്നതിന് സൊഡോമി എന്നും പെണ്ണുപെണ്ണയിൽ ബന്ധപ്പെടുന്ന ലെസ്ബി എന്നാണ്. കല്യാണം എന്ന് പറയില്ല. കല്യാണം അതല്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ഗാന്ധിജി ഇഷ്ടപ്പെടാത്തൊരു ഭാരതീയനുണ്ട്, നെഹ്റുവിന് ഇഷ്ടപ്പെടാത്തൊരു ഭാരതീയനുണ്ട്. ഞാൻ ഇരിക്കുന്ന സ്ത്രീകളോടൊക്കെ പറയുന്നത്, നോക്കൂ, നെഹ്റുവും ഗാന്ധിജി ഉണ്ടായത് എന്തുകൊണ്ടാ? നെഹ്റുവിന്റെ അച്ഛനും ഗാന്ധിജിയുടെ അച്ഛനും കല്യാണം കഴിച്ചാൽ നെഹ്റു ഉണ്ടാവില്ല, ഗാന്ധിജി ഉണ്ടാവില്ല. ഉണ്ടാവോ? അപ്പോ ആണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു പിരാന്തൻ സിദ്ധാന്ത. അതിനെ ചാനലൊക്കെ ഇരുന്ന് കോട്ടിട്ട് സംസാരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് 4 കാലം നടക്കുന്ന ചില ജീവികൾ അത്ര പോലും മഹത്വം തോന്നാറില്ല. ഞാൻ എന്റെ കാര്യമായിട്ട് പറയും, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല, എന്റെ കൽബ് തോന്നാൽ അത് അള്ള പറഞ്ഞതാണ്. ഓനാ മാത്രം കൊടുത്താൽ നമ്മൾ കുറ്റക്കാരാവും. ഓൻ കോട്ടിട്ട് നിന്നുള്ളതാ. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ചാനൽ അന്തി ചർച്ചയില്ലേ? ഏത് അവരുടെ പ്രയത്നത്തെ കുറിച്ച്, അവരുടെ അധ്വാനത്തെ കുറിച്ച്, അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, അവർക്ക് കോടതി സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞപ്പോ ആരോ ഒരാൾ അതിന്റെ ചൂട്ടിലെഴുതി തലച്ചോറ് പെരിച്ചായിന്ന എന്താക്കാനാണ്? ചിന്തിക്ക്. നോക്ക്, ഇസ്ലാമിന്റെ ഒരു പ്രായോഗികത നോക്ക്. ആണും പെണ്ണാണ് കല്യാണം. അതിലൂടെ ആളുകൾ കുട്ടികളുണ്ടാവുള്ളൂ, തലമുറ ഉണ്ടാവുള്ളൂ. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ആണും പെണ്ണും ഒക്കെ ഉണ്ടായത് അവിടെയാ. ആണും പെണ്ണാണ് ആകർഷിക്കേണ്ടത് അല്ലെ? കുടുംബരംഗം എന്ന് പറയുന്നത് എത്ര പവിത്രമായ, അയാൾക്കൊരു ചീപ്പ് കേന്ദ്രമാണ് അത്ര കുടുംബരംഗം. ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ, അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ അത് മഹാകാവ്യം എന്നാണ്. അങ്ങനെ ദാമ്പത്യത്തെ കണ്ടവരാ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. ഇപ്പൊ അതിനെതിരെയുള്ള ശബ്ദങ്ങളാണ്, കല്യാണം വേണ്ട. മക്കളെ, നിങ്ങൾക്ക് ഈ ഏറ്റവും വലിയ ഭൗതികവാദിയായി ജീവിച്ച അരുൺകുമാർ പോലും, ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം നടത്തുന്ന ചാനൽ ഒരു കാലത്ത് അദ്ദേഹം കൈരളിയിലായിരുന്നു, ഇപ്പൊ 24-ലാണെന്ന് തോന്നുന്നു. അദ്ദേഹം പോലും ഡിസംബർ 1 പറഞ്ഞെന്നറിയാം, ഏറ്റവും കൂടുതൽ കേരളത്തിൽ എയ്ഡ്സ് രോഗികളുള്ളത് ആണുമായി ബന്ധപ്പെടുന്ന കൊച്ചിയിലാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ആണുമായും പെണ്ണുമായും ബന്ധപ്പെടുന്നിടത്താണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സും എബോളയും സിഫിലിസും ഉള്ളത്. പ്രകൃതി വിരുദ്ധത്തില് അതിനെതിരെ ശബ്ദിക്കാനാണ് യഥാർത്ഥത്തിൽ മതസമൂഹം. മക്കളെ, ഇതൊക്കെ വലിയ അപകടമാണ്. നോക്കൂ, മഹാനായ ലൂത്ത് നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു ഇടയായി നിശ്ചയിച്ച സ്ത്രീകളെ വിട്ട് നിങ്ങൾ പുരുഷനിലേക്ക് തിരിഞ്ഞു പോവുകയോ? ലോകത്തിന്ന് വരെ ഒരാളും അത് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇനി പറയുന്ന കുറച്ച് വാചകങ്ങൾ ഖുർആനിന്റെ അകമ്പടിയോടുകൂടി പറയുന്ന സ്ത്രീകളോടും രക്ഷിതാക്കളോടും പറയുന്ന ചില കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ വാചകം കേൾക്കണം. അതെന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ നിങ്ങൾ നോക്കി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ ഇവിടെ രക്ഷിതാക്കളോട് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാപ്പ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉമ്മ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, മക്കൾക്ക് വല്ല ബന്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ അതുണ്ട് എന്ന് ഞാൻ പറയില്ല. ഉള്ളവരുണ്ട്, ഇല്ലാത്തവർ ഭൂരിപക്ഷം. മക്ക കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറയും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇബ്രാഹിം നബിയെ പോലെ ഒരാളില്ലല്ലോ ലോകത്തിൽ. സ്വന്തം മകനെ, അത്ഭുതമാണ് ഞാൻ ഈ പറയുന്ന വാചകം നിർമ്മിച്ചോ, സ്വന്തം മകനെ മോനെ അടിച്ചു വിളിച്ചു, മോനെ ഇസ്മായിൽ, നിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ, നിന്നെ അറുക്കാൻ, നിന്നെ ബലിദാനമായി നൽകാൻ അല്ലാഹു എനിക്ക് സ്വപ്നത്തിലൂടെ
ബോധനം നൽകിയിരിക്കുന്നു മോനെ. ഇനി ഞാൻ എന്താ ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. അടുത്ത ബലിയിരുന്നാണ് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബാപ്പ അത്യാവശ്യം ഇറച്ചിയൊക്കെ ഉള്ള സ്വന്തം മോനോട് പറയാണ്, പൊന്നാരക്കുട്ട അടുത്ത ബലിയിരുന്നാളുടെ ഉദയം തന്നെയാണ്. ചെക്കൻ എന്താ പറയണോ? കള്ളക്കാക്ക ഹാമുക്കെ കൊട്ടേഷൻ പാർട്ടിനെ മട്ടാഞ്ചേരുന്ന് കൊണ്ടൊരു അണ്ണ തട്ടാന്. ചിന്തിച്ചോളി. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി, ഞാൻ മിനയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ എന്താ അറിയോ? ഒരു മകൻ ഒരു ബാപ്പാന്റെ കൂടെ ഓടിപ്പോവുകയാണ്. എന്തിന്? സന്തോഷത്തോടുകൂടി ടൂർ പോകുന്ന പോലെ. നമ്മൾ ഇന്നത്തെ കുട്ടികളൊക്കെ ടർഫിലൊക്കെ പോകുന്ന പോലെ ബാപ്പാന്റെ കൂടെ ഓടിയിട്ട് പോവുകയാണ്. എന്തിന്? കഴുത്ത് വെച്ചു കൊടുക്കാൻ, അർത്തോളി ബാപ്പ എന്ന് പറയാൻ. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഉമ്മമാരും ബാപ്പാരും ഒക്കെ ഒന്ന് ചിന്തിക്കും. ഈ മകൻ ബാപ്പാനോട് പറയുന്നത്, ഇപ്പൊ അങ്ങനെ അല്ല എന്താ പറഞ്ഞ് നടപ്പാക്കി. ക്ഷമയുള്ള ഒരു മോനായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം. ഇന്ന് മക്കൾക്ക് ക്ഷമ ഉണ്ടോ? നിസ്കരിച്ചോ മോനെ എന്ന് വെച്ചാൽ കഴുത്തിലേക്കാണ് ചാടുന്നത്. ചെക്കൻ പാമ്പിന്റെ മാതിരിയാണ് കൂത്തുന്നത്. മോള് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പെൺകുട്ടികളെ. ഞാൻ പലപ്പോഴും എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായത്, സ്വസ്ഥമായി വീട്ടിലിരിക്കുന്ന ആണുങ്ങളെ വിളിച്ചു വരുത്തി വ്യഭിചരിപ്പിക്കുന്ന പെൺകുട്ടികൾ വർദ്ധിച്ചു വരുന്നു. പെൺകുട്ടികളാണ് ഇന്ന് ഏറ്റവും അപകടകാരികളെന്ന് നിങ്ങൾക്കറിയോ? പെൺകുട്ടികളുടെ ഇടയിൽ ചില്ലറ വർക്കല്ല നടക്കുന്നത്. NSS മറ്റേത് മറിച്ചത് എന്നാണ് കുട്ടികൾ ക്യാമ്പിൽ അവിടെ ഇവിടെ പോകുന്നത്. നന്നാകാനല്ല, കേടുവരാനാണ് എന്ന് തീർത്ത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ പറയാൻ എനിക്ക് അവകാശപ്പെടുന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല നിലയിൽ നിങ്ങൾ നോക്കൂ, ഒരു ബാപ്പ മകനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഓടി മിനയിലേക്ക് പോയത്, ചരിഞ്ഞ് കിടന്നു കൊടുത്തത്? എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപാകത ബാപ്പാന്റെ അടുത്ത് ആ മകൻ കണ്ടിട്ടില്ല. എന്റെ ബാപ്പ എന്റെ കഴുത്തിൽ കത്തി വെക്കുന്നുണ്ടെങ്കിൽ കേട്ടോളി, അതെനിക്ക് ഉപകാരപ്പെടുമെന്ന ഉത്തമ ബോധ്യമാണ് മകനെ ബാപ്പാന്റെ കൂടെ പറഞ്ഞേച്ച്. ഇന്ന് ഒരു ബാപ്പയും മാതൃകയല്ല, മോഡലല്ല. യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം. മോനെ, ശിർക്ക് വരരുത് മോനെ, ശിർക്ക് ചെയ്യരുത് മോനെ എന്ന് പറയാൻ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബ. ഖുർആന്റെ 31-ാം അധ്യായം 13, 15, 17, 16, 17, 18, 19. യാ ബുനയ്യ അഖിമിസ് സ്വലാ. മോനെ, നിസ്കാരം നിലനിർത്തണം മോനെ. ഒരു ചെറിയ കാര്യം മോനെ, നിന്റെ മൊബൈലിൽ നിനക്ക് ഏത് കണക്ഷൻ ഉണ്ടെങ്കിലും അഭിഹിത ബന്ധമുണ്ടെങ്കിലും ഈ സാധുവായ ഉമ്മാക്കത് അറിയില്ല മോളെ, പക്ഷെ അള്ളാഹ് അറിയാം മോളെ, ചെയ്യരുത് മോളെ എന്ന് പറയേണ്ട മാതാപിതാക്കൾ എവിടെ? മക്കളുടെ കൂടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? മക്കളുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന സെയ്ദ് മൗലവി രണ്ടത്താണി എന്ന് പറഞ്ഞൊരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? സെയ്ദ് മൗലവിയുടെ ജീവിത ചരിത്രം എഴുതിയ ഒരു പുസ്തകം ഉണ്ട്, ഒരു നീലച്ചട്ടയില്. വായിച്ചിട്ടുണ്ടോ അറിയിലേക്ക്? ആ പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, സെയ്ദ് മൗലവി ഒരു നാട്ടിൽ പോയാൽ 10 ദിവസമൊക്കെ അവിടെ കൂടും, 10 ദിവസമൊക്കെ പ്രസംഗിക്കും. വേറെ സ്ഥലത്ത് നിന്ന് 40 ദിവസമൊക്കെ പ്രസംഗിക്കും. അപ്പൊ സെയ്ദ് മൗലവി അപൂർവമാണ് വീട്ടിലുണ്ടാവുക. സെയ്ദ് മൗലവി, ഞാൻ അന്ന് കരഞ്ഞുപോയി, ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാനത് ആകാൻ ശ്രമിക്കാറുമുണ്ട്. എന്താ? അരമണിക്കൂറാണ് സെയ്ദ് മൗലവി വീട്ടിലുള്ളതെങ്കിൽ ആ അരമണിക്കൂർ ഭാര്യന്റെയും മക്കളുടെയും കൂടെ കളിക്കുക, സന്തോഷിപ്പിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ബാപ്പ ഞങ്ങളുടെ കൂടെ അരമണിക്കൂർ ചെലവഴിച്ചാൽ അരക്കൊല്ലം ചെലവഴിച്ചതിന്റെ സന്തോഷമായിരുന്നു. ഇന്ന് മക്കളുടെ കൂടെ ഇരിക്കാനും മക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും എത്ര മാതാപിതാക്കൾ കഴിയാറുണ്ട്? ഞാൻ ഒന്നുകൂടെ പറയട്ടോ, എന്റെ ഉമ്മ മരിച്ചുപോയി, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ന് എന്റെ ബാപ്പ ഖത്തറിലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ചെറിയൊരു തെറ്റ് ചെയ്തപ്പോൾ എന്റെ ഉമ്മന്റെ കണ്ണിൽ മുളകയും. ഒരാളെ ചെറിയ കുട്ടിയായിരുന്നു, എന്റെ ബാപ്പാറിന് ഞാൻ വിട്ടു. എന്റെ ബാപ്പാനോട് എന്റെ അമ്മന്റെ കണ്ണിൽ മുളകെയ്തിട്ട് കണ്ണ് തടിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കണ്ണുറക്കാൻ കഴിഞ്ഞത്. എന്റെ അമ്മ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നു. എന്റെ ഉപ്പ പോകുന്ന സമയത്ത് ഉമ്മാനോട് പറഞ്ഞിരുന്നു അത്രേ, എനിക്ക് പകരവും കൂടിയാണ് നീ ബാപ്പയുമാണ് ഉമ്മയുമാണ്. അത്ര സ്ട്രിക്റ്റിൽ മക്കളെ നീ വളർത്തിക്കൊള്ളണം, അവർ അപകടത്തിൽപ്പെട്ടു പോകരുത്. അത് ഒരു ചെടിക്ക് ചുറ്റിലും വേലി കെട്ടുന്ന പോലെ മക്കളുടെ ചുറ്റിലും നീ വേലി കെട്ടണം. മരിക്കുന്നവരെ ഉമ്മ അത് പാലിച്ചു. അള്ളാഹുവാണെ നിങ്ങളുടെ മുമ്പിൽ കയറി നിൽക്കാൻ പ്രാപ്താവുന്നു. ഞാനൊക്കെ ഏറ്റവും വലിയ കുരുത്തക്കേട് കളിച്ച ആളാ എന്റെ നാട്ടിലൊക്കെ. AP അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ പറഞ്ഞു, ഒരിക്കലും നന്നാവില്ലായി. അങ്ങനത്തെ ജീവികളുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാനൊക്കെ. എന്റെ ഉമ്മയുടെ ശക്തമായ പിടുത്തത്തിലാണ് ഞാനിത് ഇങ്ങനെ പറയുന്നതെന്നറിയും. ഉമ്മമാരെ വെച്ച് വിളമ്പൽ മാത്രമല്ല ബാധ്യത, വെച്ച് വിളമ്പൽ ബാധ്യതയല്ല. മഹാനായ ഷേഖ് ജീലാനിയുടെ ഉമ്മ മകനെ പഠിക്കാൻ പറഞ്ഞേക്കുമ്പോ എടുത്ത് മാറോട് ചേർത്ത് ചുംബിച്ച് താഴെ വെച്ചിട്ട് 40 ദീർഘം കണ്ട് ഒരു പണക്കിയിൽ വെച്ച് സഞ്ചി അരയിൽ കെട്ടിക്കൊടുത്തു. എന്നിട്ട് കുഞ്ഞുമോനോട് പറഞ്ഞു, മോനെ കുലിൽ ഹക്ക വൈകാനമുറ, മോനെ കൈപ്പാണെങ്കിലും സത്യമേ പറയാവൂ, മോനെ സത്യമേ പറയാവൂ. അങ്ങനെ പോവുകയാണ് കുറ്റിക്കാട്ടിലൂടെ പഠിക്കാൻ. അപ്പൊ ഒരു കൊള്ളക്കാരൻ പറഞ്ഞു, കുട്ടി അവിടെ നിന്ന് എന്തേന്ന് നിന്റെ കയ്യിൽ എന്താണ് കൊള്ളക്കാരൻ? എന്റെ അമ്മ തന്ന 40 ദീർഘമുണ്ട്.
ഇങ്ങനെ എടുക്കുക സ്ട്രോങ്ങില് സന്തോഷത്തോടുകൂടി എടുത്തു കൊടുത്തു. ചിരിച്ചുകൊണ്ട് നടന്നുപോയി. ആര്? ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. നിങ്ങൾ ഓർക്കണം, നടന്നുപോയി. ഇത് കണ്ട കൊള്ളക്കാരന്റെ മനസ്സ്, അയാൾ ഓടിച്ചെന്ന് ഈ മോനെ വിളിച്ചു. മോനെ, ഒരുപാട് ആളുകളെ, ഒരുപാട് ടൈപ്പ് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. മോനെ നീ എന്താണ് ചോദിച്ചപ്പോ ഇത്രയും വലിയ സത്യം പറഞ്ഞു. എന്റെ ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, എത്ര കൈപ്പേറിയ അനുഭവമാണെങ്കിലും കള്ളം പറയരുത് എന്ന് നബിയുടെ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉമ്മാക്ക് ഇങ്ങനെ അഭിമാനിക്കാൻ പറ്റും. ആ കൊള്ളക്കാരൻ മാറി ഷെയ്ഖ് ജീലാനിയുടെ അരിമ ശിഷ്യനായി. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നമ്മുടെ മക്കളോട് കള്ളം പറയാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെ നന്നാവും? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കഴിഞ്ഞ റമദാൻ, ഈ റമദാൻ വരാൻ പോകും. കഴിഞ്ഞ റമദാനിൽ ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ട്രെയിനിലായിരിക്കും അധികം യാത്ര ചെയ്യുക. പരിശുദ്ധ റമദാൻ എന്റെ മുമ്പിൽ +2 പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികൾ ഇരിക്കുന്നില്ല. ഒരൊറ്റ കുട്ടിന്റെ കയ്യിൽ മൊബൈലില്ല. അച്ചടക്കത്തോടുകൂടി മാസ്ക് ഒക്കെ വെച്ച് അച്ചടക്കത്തോടുകൂടി. അതിന്റെ തൊട്ടപ്പുറത്ത് 250 കീറലുള്ള ഇപ്പോഴത്തെ ഒരു ജീൻസ് ഉണ്ടല്ലോ, ഭ്രാന്തൻ ജീൻസ്. സാധാരണ പണ്ടൊക്കെ ജീൻസ് കീറിയാലേ നമ്മൾ പറയും പാവം, ദാരിദ്ര്യം കൊണ്ട് വേറെ ഇല്ലാത്ത. ഇപ്പൊ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് 250 കീറലും എല്ലാം കാണുന്നതുമായ പുതിയ പാൻസ്. തലച്ചോറില്ല എന്നുള്ള ബോധമില്ല. ഭ്രാന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അവസ്ഥ എന്താ? നിശ്ചിഭ്രാന്തി എന്നൊക്കെ പറയില്ലേ? മനുഷ്യനെ ഉടുക്കാൻ പഠിപ്പിച്ചതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ ഉടുതൊന്നും ഇരിയാൻ പഠിപ്പിക്കുക. അതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത്, ഏറ്റവും രസം പെൺകുട്ടികളുടെ ജീൻസ് മുട്ടിന്റെ നേരെ താഴെ. പ്രവാചകൻ ആണുങ്ങളോട് പഠിപ്പിച്ച ചര്യ പെണ്ണിനും, പെണ്ണിനോട് പഠിപ്പിച്ചത് ആണിനും. നേരെ തലയില്ല എല്ലാം. അതിൽ പെണ്ണിന്റെ തുണി നരിയാന്റെ മുകളിൽ കേറുന്തോറും പുരോഗതി, ആണിന്റെതോ കേറിയ അധോഗതി. കാരണം മറ്റേതെ കണ്ടാൽ സുഖം കിട്ടുള്ളൂ. അതാണത്ര പുരോഗതി. ഇത് ഞാൻ പെൺകുട്ടികളോട് പറയും, തലച്ചോറില്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് വരരുത്. ഏറ്റവും കൂടുതൽ തലച്ചോറ് ചോർത്തി കളഞ്ഞ പെണ്ണുങ്ങളതാണ്. ബുദ്ധിയും കഥയും ചോർന്നു പോയിട്ടുണ്ട്. നിങ്ങളെ ചൂഷണം ചെയ്യാണ് ആണുങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളിടുന്ന പർദ്ദ പുരുഷൻ ഡിസൈൻ ചെയ്തല്ല. നിങ്ങളിടുന്ന ഡ്രസ്സ് അള്ള നിശ്ചയിച്ചതാണ്. യുക്തിവാദികൾ നിശ്ചയിച്ച ഡ്രസ്സാ മക്കളെ നിങ്ങൾ ഇടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കഥയിലേക്ക് മടങ്ങി പോവുകയാണ്. ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളരെ മോശമായ പെൺകുട്ടികൾ, ചുണ്ടിലൊക്കെ ചായം, നോമ്പിനാണ് നോർത്തോളി, ചായം തേച്ചിട്ട് അന്യ ചെക്കന്മാരെ മടി കിടന്നിട്ട് തൊടാത്ത സ്ഥലങ്ങളില്ല, കളിക്കാത്ത കളികളില്ല. അച്ചടക്കത്തോടുകൂടി ഹിന്ദു പെൺകുട്ടികൾ കുത്തിരിക്കുന്ന അതേ ട്രെയിനിലാണ്. അതേ ദിവസം ഞാൻ കണ്ട കാഴ്ച എന്താ അറിയാം? കുറച്ച് തട്ടൊക്കെ ഇട്ട പെൺകുട്ടികൾ ടൈറ്റ് ജീൻസൊക്കെ ഇട്ട് വന്നിട്ട് ജ്യൂസ് കടയിൽ കയറിയിട്ട് പരിശുദ്ധ റമദാന്റെ പകലിൽ ജ്യൂസ് കുടിക്കുന്ന യുക്തിവാദിയായ പെൺകുട്ടി. ഒരു മാസം മുമ്പ് ഞാൻ കണ്ണൂർ പോയി, തളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടെ പോയി ഞാൻ താമസിച്ചു. അതിന്റെ പിറ്റേന്ന് എനിക്ക് ഒരു സ്ഥലത്ത് പ്രസംഗമുണ്ട് കണ്ണൂർ ജില്ലയിൽ. ഞാൻ അവിടെ എന്റെ ഒരു കൂട്ടുകാരന്റെ തൊട്ടടുത്ത് പോയി. അപ്പൊ അവിടെ ഒരു മരണം, വീടിന്റെ പിറകിൽ ഒരു മരണം. ഞാൻ നിൽക്കുന്ന സുഹൃത്തിന്റെ വീടിന്റെ പിറകിൽ ഒരു മരണം. 28 വയസ്സുള്ള ഒരു പെൺകുട്ടി. സ്ത്രീകൾ ശരിക്കും മനസ്സിലാക്കാനാ പറയും. 28 വയസ്സുള്ള ഒരു പെൺകുട്ടി, 3 ചെറിയ കുട്ടികളുണ്ട് ആ സ്ത്രീ. പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി അവിടെ നിന്ന് ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ പോരണം. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ സുഹൃത്ത് പറഞ്ഞു, ആ പെണ്ണ് മരിച്ചത് ക്യാൻസർ ആയിട്ടാണ്, നാവിനായിരുന്നു ക്യാൻസർ. ഞാൻ ചോദിച്ചു എങ്ങനെ? അത് ഭയങ്കരമാണ് ബാലുശ്ശേരി. എന്നോട് പറയാം. ഞാൻ ചോദിച്ചു എങ്ങനെ ക്യാൻസർ വന്നത്? ലിഫ്റ്റിക് ഇട്ടതിന്റെ പേരിൽ, ചുണ്ടിൽ ചായം വെച്ചതിന്റെ പേരിൽ. ആലോചിച്ചു നോക്കണം, ചുണ്ടിൽ ചായം വെച്ചതിന്റെ പേരിൽ. അല്ലാഹു ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 138 ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആമിന ഞാൻ നിനക്ക് തന്ന ചുണ്ടിന്റെ കളർ പോലെ മോളെ നിനക്ക്. ആയത്ത് കണ്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ചോദിക്കാൻ, ഞാൻ നിന്റെ ചുണ്ടിനിട്ട ചായം പോലെ നിനക്ക്. ഇങ്ങോട്ട് സ്ത്രീകളൊന്നും ഇതാ സ്റ്റേജിലേക്ക് നോക്ക്, ഇവിടെ നോക്കിക്കോളൂ. എന്റെ 2 ചുണ്ട് ഇതുണ്ടാ, ഈ ചുണ്ടിൽ എന്റെ നാവുകൊണ്ട് നക്കിയാൽ എനിക്കൊരു പരിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ചുവന്ന ചായം തേച്ചിട്ട് നിങ്ങളുടെ ചുണ്ട് ഇതിൽ പോയി തൊടുകയാണ്. 28 കൊല്ലം, അതായത് ഇന്ന് 7 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബാപ്പാന്റെ കൂടെ കാറിലിരിക്കുന്നത് ചുണ്ട് പൂശി. ഞാൻ പറയണ ആണും പെണ്ണും കെട്ടാ ബാപ്പല്ലേ? ചെവിക്കുറ്റി നോക്കിയായിരിക്കണ്ടോ? സ്വന്തം മോളെ ഇങ്ങനെ കണ്ടോനെ കാണാൻ 7 വയസ്സായ മോളെയും കൊണ്ടുപോകുന്ന ബാപ്പയ്ക്ക് ബാപ്പയാണോ? നോക്ക്. എന്നിട്ട് ഈ ചുണ്ടില് നാവ് തട്ടിയിട്ട് നാവിന്റെ ആദ്യ ഭാഗം ക്യാൻസർ ബാധിച്ചിട്ട് ഈ കുട്ടിയുടെ മുറിച്ചു. നാവില്ലാതെ കുട്ടി കുറെ കാലം ജീവിച്ചു.
പിന്നെ ആ കുട്ടി മരിച്ചു. സ്വന്തം മക്കൾ അനാഥരായി. എന്തിന്റെ പേരില്? സൗന്ദര്യവ. നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾക്ക് വേണ്ടിയാണ് പണം മുടക്കുന്നത്. രണ്ടാമതായി പണം മുടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കോസ്മെറ്റിക് ഐറ്റംസിന് വേണ്ടിയാണ്. കവിളിൽ പുത്തിയിടാൻ അല്ലാഹുവിന്റെ മുമ്പിൽ എങ്ങനെ വരും? ആണിന്റെ വേഷം കെട്ടിയ പെണ്ണെ, പെണ്ണിന്റെ വേഷം കെട്ടിയ ആണ് എങ്ങനെ വരും? ഈ കോമാളിത്തത്തിന് എന്ത് പേര് വിളിക്കും? അള്ളാഹ് നൽകിയ സൗന്ദര്യം മതി എന്ന് പറയാൻ എന്റെ പൊന്നുമക്കളെ, പെൺകുട്ടികളെ, അനുജത്തിമാരെ, നിങ്ങൾക്ക് സാധിക്കേണ്ടതില്ലേ? ഒരുപാട് പുരുഷൻ നോക്കുന്ന ഒരു പെണ്ണാകാൻ നീ കൊതിക്കോ? ആഗ്രഹിക്കോ? ഒരു വേശ്യയുടെ മനസ്സ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവോ? ജീവിതത്തിൽ ശരീരാർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ഈ ചുണ്ടിൽ നോക്കി എത്ര പേർ നോക്കട പോകുന്ന കണ്ടടാ, നോക്കടാ ഒരു സാധനം പോന്നുണ്ടോ എന്ന് പറയിപ്പിക്കുന്ന, അവനെ കൊണ്ട് തോന്നിയാസം പറയിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരുക്കമാണ്. ഞാൻ പെൺകുട്ടികളോടാ പറയും, നിങ്ങൾ അങ്ങനെ ഒരുങ്ങിയത് കൊണ്ടാണ് പലരും കയറി പിടിക്കപ്പെടുന്നത്. ആണുങ്ങളെ പ്രകോപിപ്പിക്കുന്നു നിങ്ങൾ. ആർക്ക് നിഷേധിക്കാൻ കഴിയുമോ അത്? ആണുങ്ങളെ ആളുകളെ വികാരത്തെ വളർത്തുന്നു, ഡോപ്പമിനെ കയ്യിൽ കൊണ്ടുവരുന്നു. നിഷേധിക്കാൻ കഴിയുമോ? ദുഃഖത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കുമ്പോ മക്കളെ, സൂറത്ത് മറിയമിലെ 16-ാമത്തെ വചനം മനസ്സിരുത്തി ഒന്ന് വായിച്ചേ. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ വേഷത്തിൽ മറിയം ബീവിന്റെ അടുത്ത് ഹാജറായപ്പോ അവര് പറയുന്നവർ, പടച്ചോനെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തുനിന്ന് വിട്ടേക്ക്. മറിയം ബീവി എന്തുകൊണ്ട് ലോക സ്ത്രീത്വം പൂർത്തിയായ സ്ത്രീയായി? ഒരു പുരുഷന്റെ വേഷത്തിൽ തൊട്ടടുത്ത് അയാൾ ഒന്നും ചെയ്തിട്ടില്ല, മുഖത്ത് പോലും നോക്കിയിട്ടില്ല, ഒരു നിലക്കും വികാരത്തോടുകൂടി ആ വന്ന മനുഷ്യൻ നോക്കിയിട്ടില്ല. എന്നിട്ട് പോലും മറിയം ബീവി പറയുന്നത് അറിയോ? പോ, പടച്ചോനെ പേടിക്കണ്ട, എന്റെ അടുത്തുനിന്ന് പോ. നമ്മളോ, വാ എന്റെ ഭർത്താവില്ല വന്നോ എന്നാണ്. ഓ അതല്ല, വാ. ആ വ്യത്യാസം മനസ്സിലായിക്കോളെ. നരകമുണ്ട്. എന്താ നരകം ഉണ്ടായത്? യാ വൈലതാ ലൈതനി ലമ്മ തഖദു ഫുലാനൻ ഖലീലാ. എന്റെ കൂട്ടുകാരി ശരിയായിരുന്നില്ല. കഞ്ചാവിന് അവർ എന്നെ വിളിച്ചു, സിന്തറ്റിക് ലഹരിക്ക് അവർ എന്നെ വിളിച്ചു, കള്ളു കുടിക്കാൻ അവർ എന്നെ വിളിച്ചു. യാ വൈലതാ ലൈതനി ലമ്മ തഖദു ഫുലാനൻ ഖലീലാ. ഇന്നാലും അവന്റെ കൂട്ടുകാരനായതിന്റെ പേരിൽ 25-ാം അധ്യായം സിയാറിയിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ പല സമ്മേളനത്തിലും പോയിരുന്നു. എന്നിട്ടും അവർ ഞങ്ങളെ കേടുവരുത്തി. ചിന്തിച്ചു നോക്ക്, എത്ര ഭയാനകരമാണ്. എന്തേ നരകത്ത് പോയത് എന്നൊരു ചോദ്യം. എന്തേ നരകത്ത് പോയത്? എന്താ നരകത്ത് പോയത്? അപ്പൊ ഒരു മറുപടി ഉണ്ട്. സൂറത്ത് മുദ്ദസ്സിറിലാണ്. 24-ാം അധ്യായത്തിന്റെ 39 മുതൽ ജന്നാത്ത് അവിടെ പറയുന്നല്ലോ, അനിൽ മുജ്രിമീൻ മാ സലഖകും ഫീ സഖർ ഖാലു ലൻ നകു മിനൽ മുസല്ലീൻ. കൃത്യമായി നിസ്കരിക്കുന്ന ഒരു പെണ്ണുമാണ് തെറ്റ് ചെയ്യില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യവും 5 നേരം കറക്റ്റ് നിസ്കരിക്കുന്നവർ, ഖുർആനിനെ നെഞ്ചോട്, അൽ ഖുർആനു റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാണ് ഖുർആൻ എന്ന് പറയുന്നവർക്ക് എങ്ങനെ ഖുർആന്റെ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിന്റെ 45-ാമത്തെ വചനം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏതാ? അസ്സലാത്ത് ലിവഖ്തിഹാ. മക്കളെ പഠിപ്പിക്കാൻ. ഇന്ന് നോക്കൂ, ഇസ്മായിൽ നബിയെ പറ്റി പറയാണ് സൂറത്ത് മറിയം 55-ാമത്തെ വചനം. ഇന്നീ അബ്ദുല്ലാഹ് താനിയൽ കിതാബ് 31-ാമത്തെ വചനം. ഈസാ നബി പറയും, സക്കാത്ത് കൊടുക്കാനും നിസ്കരിക്കാനും ഉമ്മാനോട് ഏറ്റവും നന്നായി പെരുമാറാനും എന്നെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ പഠനമാണ്. തുടർ പഠനം എത്ര നടക്കുന്നുണ്ട്? 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഈ കരുവാരെ കൊണ്ട് നടക്കണില്ലേ? QHLS നടക്കണില്ലേ? ഖുതുബ നടക്കണില്ലേ? മക്കളെ, ആർക്കെങ്കിലും ഉപകാരം ചെയ്ത് എന്തെങ്കിലും പടച്ചോന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിലുണ്ടോ? നേരം വെളുക്കുന്നു, വൈകുന്നേരം. അന്ന് തന്നെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറയുന്നുണ്ട്, ഒരു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകുമായിരുന്നു. എന്തിന്? ഇന്ന് പ്രത്യേകിച്ച് അമലൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇവിടെ ഇരിക്കുന്ന സംഘാടകർക്കും പ്രസംഗിക്കുന്ന എനിക്കും ഒക്കെ ഇത് മാതൃകയാണ്. നമ്മളുടെ നോക്കൂ, 2024 പറക്കുമ്പോ നാളെ രാത്രി അടിച്ചു പൊളിക്കല്ല, ന്യൂ ഇയർ ആഘോഷിച്ച് അടിച്ചു പൊളിക്കല്ല, ആ തോന്നിയാസിന്റെ പിന്നാലെ പോവല്ല. പഠിച്ചവനെ, നീ എനിക്ക് ആയുസ് നൽകിയിട്ട് രണ്ടനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാണല്ലോ എന്ന് ഓർക്കേണ്ടതിന് പകരം, എന്ന് ചിന്തിക്കേണ്ടതിന് പകരം, പടച്ചവനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം
തിരിച്ചു നടക്കേണ്ടതിന് പകരം ഇന്നിപ്പോ എന്തൊക്കെയാ പറയുന്ന ലോകത്ത്. ഞാൻ അതോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു അടിമ, നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന്റെ ഹൃദയം ഇത്ര ഉണ്ടാവും, ഒരു കൈപ്പിടി, ഒരു മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിലയ്ക്കുമ്പോൾ ഒരാൾ മരിക്കുക. 72 നിന്ന് 70ലേക്ക്, 60ലേക്ക്, 50ലേക്ക്, 40ലേക്ക്, 30, 20, 10, 8, 7, 6, 5, 4, 3, 2, 1 അങ്ങനെ ഹൃദയത്തിന്റെ മിടിപ്പ് നിലയ്ക്കുമ്പോൾ ഒരാൾ മരിക്കുക. ചിന്തിക്കാൻ വേണ്ടി കേട്ടോ ഈ പോയിന്റ് പറയുന്നത്. ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാൻ കഴിയാത്ത CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യനാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം ശരീരത്തിലെ ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാനാവാതെ മരിച്ചുപോയ ഒരു മനുഷ്യനെ 14 ലോകങ്ങളും നിയന്ത്രിക്കുന്ന ആളാണെന്ന് വിശ്വസിക്കണമെങ്കിൽ തലച്ചോറിന് എന്ത് സംഭവിക്കണം സുഹൃത്തുക്കളെ? ഇത് സുലൈമാൻ നബിക്ക് അധികാരം കിട്ടി, ഭൂമി ഭരിച്ചു. സുലൈമാൻ നബി പറഞ്ഞിട്ടില്ല ഈ ഭൂമിയുടെ സെക്കൻഡിലെ 30 കിലോമീറ്റർ വേഗത നിയന്ത്രിക്കുന്നത് ഞാനാ, സൂര്യൻ സെക്കൻഡിൽ 250 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന്റെ പിന്നിൽ ഞാനാ, ഈ രാജ്യം ഭരിക്കുന്നത് ഞാനാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഭൂമി നിയന്ത്രിക്കുന്ന നിങ്ങളുടെ ഹൃദയം. ഇവിടെ എന്താ പറയുന്നത്? 18,000 ലോകവും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. പച്ച ശിർക്ക്. അബൂജഹലിനോട് നബി ചോദിക്കുന്നുണ്ട്, യുദ്ധബിറുൽ അംറ, ലോകത്തിന്റെ നിയന്ത്രണമാർക്കാണ്? 10-ാം അധ്യായം 31-ാമത്തെ വചനം. അബൂജഹൽ പറയാണ് അള്ളാഹ്ക്കാണ്, അള്ളാഹ്ക്കാണ്. അബൂജഹൽ പോലും പറഞ്ഞ അള്ളാഹ്ക്കാണ്. അപ്പൊ അബൂജഹലിന്റെ ഈമാൻ പോലും ഇല്ലാത്തൊരു സമൂഹം ഇവിടെ കടലിൽ വെച്ചിട്ട് അബൂജഹൽ ഇക്രിമയൊക്കെ പടച്ചോനെ മാത്രം വിളിച്ചു എന്നാ അള്ള പറയുന്നത്. കടലിൽ വെച്ചിട്ട് പോലും തങ്ങന്മാര് വിളിക്കുന്നത് ബദരീങ്ങളെയാണ്. എന്തിന്? നോളജ് സിറ്റിയുടെ കാര്യം ലെവലാകാൻ വേണ്ടി 313 ദൈവത്തെ വിളിച്ച കാന്തൂർ ഉസ്താദിന്റെ മോനെ. ഞാൻ പറയുന്നത് തൗഹീദ് നഷ്ടപ്പെട്ടു പോയ ഒരു ജനത അവിടെ ജീവിക്കും. കടലിൽ വെച്ച് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച അബൂജഹലിന്റെ തൗഹീദിനെ അള്ളാഹു അച്ചട്ട് അംഗീകരിച്ചു. മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായ അള്ളാഹ് പറയുന്നത്. ആ കടലിന് അള്ളാഹിനോട് മാത്രം വിളിച്ചില്ലേ, അത് കരയിലും നിലനിർത്തിയേക്ക് പൂർണ്ണ മുസ്ലിമായി. കരയിൽ എനിക്ക് പറ്റുന്ന എന്താണ്? കടലിൽ വെച്ച് വിളിച്ച് അള്ളാഹിനെ മറന്നിട്ട്. പക്ഷേ ഖലീൽ തങ്ങൾ പറഞ്ഞതോ, അയാൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. അയാൾ പറഞ്ഞാണ്, ഞാൻ കടലിൽ കാറ്റിലും കൂടുതലും പെട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ബദരീങ്ങളെയാണ്, നിങ്ങളല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനില്ല. അബൂജഹലിന്റെ സ്ഥിതി എന്തായിരുന്നു? അല്ലാഹുവേ, ഞാൻ ലാത്തയെ മറക്കുന്നു, ഉസ്സയെ മറക്കുന്നു, വദ്ദിനെ മറക്കുന്നു, സുവാഇനെ മറക്കുന്നു, സകല ഇലാഹുകളെയും ഞാൻ മറക്കുന്നു, അജാലല്ലാലിയത്തെ ഇലാഹും വാഹിദ എന്ന കാര്യമൊക്കെ ഞാൻ മറക്കുന്നു. ഇവിടെ ഞാൻ നിന്നെ മാത്രം പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ അള്ളാഹിനെ മാത്രം കൽബിൽ പ്രതിഷ്ഠിച്ചതിനെ തൗഹീദ് എന്ന് അള്ളാഹ് വിളിക്കുമ്പോ നമ്മുടെ തങ്ങന്മാര് കരയിലും ഔലിയാക്കളോട്, കടലിലും ഔലിയാക്കളോട്. അബൂജഹലിനാണോ കൂടുതൽ പിഴവ്? ഉസ്താദുമാർക്കാണോ? ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ വാചകം പറഞ്ഞിട്ടില്ല ഈ സമ്മേളനം പൂർത്തിയാവില്ല. കാരണം ഇത് തസ്ബീഹാണ്. ഇനി ചിന്തിക്കാൻ വേണ്ടി, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ശരിക്കും ഓർത്തിട്ടുണ്ടോ? ശിർക്ക് കലർന്നിട്ടുണ്ടോ? കുഫ്ർ കലർന്നിട്ടുണ്ടോ എന്ന് ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? എന്റെ വിശ്വാസത്തിൽ കുഫ്ർ കലർന്നിട്ടുണ്ടോ? എന്റെ കർമ്മങ്ങളിൽ റിയാ വരുന്നുണ്ടോ? എന്റെ പ്രവൃത്തികളിൽ അതുണ്ടോ എന്നൊക്കെ ജീവിതത്തിൽ വീണ്ടും വിചാരത്തിന്. എന്റെ വീട്ടിൽ ഞാൻ കറക്റ്റ് ആണോ? ഇശ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുന്നുണ്ടോ? ഭാര്യയുടെ കൂടെ നല്ല വർത്തമാനങ്ങൾ, ഇടിപൊടി എന്ന് പറഞ്ഞ് ചാടിക്കളിക്കാതെ നല്ല വാക്കുകൾ, അവൾ ഉണ്ടാക്കിയ ഒരു ഭക്ഷണത്തിലൊരു നല്ല അഭിപ്രായം, മക്കളെ കൂടെ ചേർത്തിട്ട് മോളെ സ്കൂളിൽ എന്താണ്, കുട്ടിയുടെ അവസ്ഥ എന്താണ്, ഉപ്പാനോട് നമുക്ക് വല്ല വെറുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൂടെ? ഈ വാപ്പ നല്ല വാപ്പയാണോ ചോദിച്ചുകൂടെ? നമുക്ക് അങ്ങനെ ഒരു നല്ല ജീവിതത്തെ കുറിച്ച് ഈ സമ്മേളനത്തിലൂടെ നമുക്കൊരു തീരുമാനം എടുത്തുകൂടെ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരെ പോലെ സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം അത് വരാനുണ്ട്. അത് ഓർത്തുകൊണ്ടാവണം. എന്തേ വിഷമം എന്ന് അബൂ ഹുറൈറയോട് ചോദിക്കുമ്പോഴാണ്, നബിയേ, കർമ്മങ്ങളുടെ പാതയം കുറവാണ്, ഖബറിലേക്കുള്ള യാത്ര ഇതാ തൊട്ടടുത്ത് നിൽക്കുന്നു. ആരായത്? പർവ്വത സമാനം അമലി ചെയ്ത മനുഷ്യന്മാർ. അബൂ തുല്ലത്തുൽ അൻസാരി, അല്ലാഹുവിന്റെ റസൂലേ, എന്നെയും എന്റെ മാതാപിതാക്കളെയും പ്രായശ്ചിത്തമായി നൽകിക്കൊള്ളാം എന്ന് പറയുന്ന അവസ്ഥ. നമ്മളോ ഒരു സുന്നത്തെടുക്കാൻ പോലും കഴിയാത്ത, താടിയെ പരിഹസിക്കുന്ന, നരയാണിയ മേലെ തുണിയെ പരിഹസിക്കുന്ന ഒരു ലോകത്ത് ആ സുന്നത്തുകൾ എടുക്കുമ്പോ അവിടെ നമുക്ക് പറയാൻ കഴിയണം എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ വമാ കാനിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂല ലഹുൽ ഖീറത്തു മിൻ അംരി. അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് മതി, അതിലാ വിജയം. വമാ ആതാകും
റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. 59-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. 33-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. 4-ാം അധ്യായം 80-ാമത്തെ വചനമാണ്. 24-ാം അധ്യായം 47-54 വരെയുള്ള വചനമാണ്. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ വാക്ക് അല്ലാഹുവും റസൂലും പറഞ്ഞാൽ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇസ്ലാം അനുസരിച്ച് ജീവിച്ച ഒരു സൊസൈറ്റിയും ലോകത്ത് മോശമായിട്ടില്ല. ഇസ്ലാം അച്ചട്ട് പാലിച്ച ലോകം ഇന്നും പള്ളിയിലച്ചന്മാര് വരെ പ്രസംഗിക്കുകയാണ്. ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന മതം അത് ഇസ്ലാമാണ്. എന്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു? അതാരും പഠിക്കരുത്, പഠിച്ചാലോ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ലോകം വരും. ഇസ്ലാം ലോട്ടറിക്കെതിരാണ്, പലിശക്കെതിരാണ്, പെണ്ണുടൽ വിൽക്കുന്നതിനെതിരാണ്, പെണ്ണുടലിന്റെ വിപണന സാധ്യതയെ തള്ളിക്കളഞ്ഞ മതമാണ്, പെണ്ണിന് അന്തസ്സ് നൽകിയ മതമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലും അങ്ങാടിയിലും ഞാൻ മനസ്സിലാക്കുന്നത്, റോഡിന്റെ പരിസരത്ത് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർക്കുക, നാളെ ഇത് ഇവിടെ ഓൺലൈനായി കേൾക്കുന്നവരുണ്ടാവും. നാളെ ഒരു പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നേക്കാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സ്വന്തം ജീവിതത്തിന് അർത്ഥമുണ്ടാകണം, ഒരു ശ്വാസത്തിന് പോലും അർത്ഥമുണ്ടാകണം, ഓരോ വാക്കിന് പോലും അർത്ഥമുണ്ടാകണം, ഓരോ പ്രവൃത്തിക്ക് അർത്ഥമുണ്ടാകണം, ഒരു യാത്രക്ക് അർത്ഥമുണ്ടാകണം. നന്മയായിരിക്കണം ലക്ഷ്യം. ആത്യന്തികമായ നന്മയുടെ ലക്ഷ്യമുണ്ടോ, അള്ളാഹു നമ്മളെ നന്നാക്കും. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, കുറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ഷുഗർ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കാതിന്റെ കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ച ഇടക്ക് പോകും. വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി, കണ്ണിന്റെ കാഴ്ച ഒരു 12 മണിക്കൂറൊക്കെ അങ്ങ് നഷ്ടപ്പെടും. ഷുഗർ ആണെങ്കിൽ ഇന്നലെയൊക്കെ തന്നെ 500-ന്റെ മേലെയാണ്. ഇന്ന് 428 രാവിലെ ഫാസ്റ്റിംഗിൽ. അതുകൊണ്ട് നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. അത്രമേൽ അസുഖങ്ങൾ, പക്ഷേ മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതൊക്കെ ഭംഗിയായി പോകും. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, മരണത്തെക്കുറിച്ച് ഓർക്കാത്ത ഒരാൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർക്കാം. പഠിച്ചവനെ, നരകത്തിലെത്തരുതേ എന്നൊരു പ്രാർത്ഥന. റബ്ബി ഔസീനി, അല്ലാഹ് എനിക്ക് പ്രചോദനം നൽകണേ. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ, എന്റെ മക്കളെ നീ നന്നാക്കി തരണം. റബ്ബന ഹബ് ലനാ. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന വജുനബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. പഠിച്ചവനെ, എന്റെ മോനെ, എന്റെ മക്കളൊന്നും ഈ ബിംബാരാധകനാക്കലേ റബ്ബേ, ശിർക്കിന്റെ കുട്ടികളാക്കരുത് മക്കളെ. നിങ്ങൾ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സൂറത്ത് ബഖറയിലെ 132 133 അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. മക്കളെ, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. അതായിരുന്നു പിതാക്കന്മാരുടെ ജാഗ്രത. ഹറാമുണ്ടാകരുത്, ശിർക്കുണ്ടാകരുത്, കുഫ്റുണ്ടാകരുത് എന്നതായിരുന്നു ജാഗ്രത. ആ ജാഗ്രത നമുക്കുണ്ടാവുക. ഒന്നുകൂടി ഞാൻ പറയുന്നു, സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങുക. ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഗൗരവമായി ഓർക്കുക. അങ്ങാടികളിലൊക്കെ ഇരുന്ന് സമയം മുഷിപ്പിക്കാതെ വീട്ടിൽ മക്കൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഒരു വീടിനെ പറ്റി പറയുന്ന ഒരു ഖുർആനിക വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കണം. 33-ാം അധ്യായം 34-ാമത്തെ വചനം. അതുകൊണ്ട് തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി ആയിരുന്നാലും, ഇവിടെ പറഞ്ഞ ഈ ലിബറൽ ആയിരുന്നാലും, കല്യാണത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളായിരുന്നാലും, ലൈംഗികമായ അരാജകത്വമായിരുന്നാലും, ആ മേഖലയൊക്കെ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർവശക്തനായ പടച്ച തമ്പുരാൻ ഏതെങ്കിലും ഭാഗം നമുക്ക് വിട്ടുപോവുകയോ നമുക്ക് മറവി സംഭവിക്കുകയോ പറഞ്ഞതിൽ അബദ്ധം പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ. ഇതിന്റെ സംഘാടകർ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായി നിങ്ങളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അള്ളാഹു നമുക്കൊക്കെ കൃത്യമായ ദീനീ ബോധവും ഇസ്തിഖാമത്തും, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്ത് നൽകട്ടെ. മലക്കുകൾ വന്നിട്ട് പറയണം, അല്ലാ തഖാഫു വലാ തഹ്സനു, ബേജാറാവണ്ട, ദുഃഖിക്കണ്ട, സ്വർഗ്ഗമുണ്ട് എന്ന് പറയുന്ന യാ അയ്യതുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, മടങ്ങിക്കോളൂ. സമാധാന ചിത്തരായി, സംതൃപ്തരായി, സംപ്രീതരായി, റബ്ബിനെ തൃപ്തിപ്പെട്ടവരായി, റബ്ബിന്റെ തൃപ്തി ലഭിച്ചവരായി. 89-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനം. അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ കാര്യങ്ങളിലും മുന്നേറുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർക്കുമാറാകട്ടെ. വളർന്നു വരുന്ന നമ്മുടെ മക്കളെ ശരിക്കും ശ്രദ്ധിച്ച് ചേർത്ത് പിടിച്ച് അവരെ CREയിലും QHS അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകളിലും
ഖുർആൻ ഹദീസ് ലേണിംഗ് സെന്ററിലും ഒക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ. പീസ് റേഡിയോ എന്നൊക്കെ പറഞ്ഞാൽ 24 മണിക്കൂർ നോളജ് നൽകുന്നതാണ്. ഒന്ന് കേട്ട് നോക്കൂ, രാവിലത്തെ ഒരു 5 മിനിറ്റ് നേർവഴി. അതൊരു നേർവഴി തന്നെയാണ്. നേർവഴി എന്ന് ഇത്ര അർത്ഥവത്തായ ഒന്ന് വേറെ, അത് നേർവഴി തന്നെയാണ്. എല്ലാം 1 മിനിറ്റിന്റെ സംസാരം, 5 മിനിറ്റിന്റെ സംസാരം, 3 മിനിറ്റിന്റെ സംസാരം, ക്ലിപ്പുകൾ. കേൾക്കാത്തതിന്റെ കുറവ് നമുക്കില്ല. നാളെ മത്സരയിൽ വെച്ച് മലക്കൾ ചോദിക്കും, അലം യേറ്റിക്കും നദീർ, താക്കീതുകാർ വന്നില്ല മനുഷ്യ. അപ്പൊ അവര് പറയും, എന്തേ കാലു താക്കീതുകാർ വന്നിരുന്നു, ഞങ്ങൾ കളവാക്കി. കേട്ടിരുന്നെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ നരകത്ത് പോകുമായിരുന്നില്ല. അതുകൊണ്ട് ഖുർആനിലെ 60-ാം അധ്യായം 8, 9, 10 വചനമാണ്. അങ്ങേയറ്റം ചിന്തിക്കുകയും, ചിന്തിക്കാത്തതിന്റെ പേരിൽ നരകം. വല്ലാത്തൊരു, നിസ്കരിക്കാത്തതിന്റെ പേരിൽ നരകം നമ്മൾ കേട്ടിട്ടുണ്ട്. നോമ്പ് സക്കാത്തില്ലാത്തതിന്റെ പേരിൽ, ചിന്തിക്കാത്തതിന്റെ പേരിൽ നരകം. അതുകൊണ്ട് ചിന്തയാണ് വേണ്ടത്. ആ ചിന്തയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ തിന്മകളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലിബറലുകളുടെ, യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ, ഫ്രീ തിങ്കേഴ്സിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് പുതിയ തലമുറ രക്ഷപ്പെടുമാറാകട്ടെ. ക്യാമ്പസുകളിലെ നീചമായ ചിന്തകൾക്കെതിരെ പടപൊരുതാൻ നമ്മുടെ മക്കൾക്ക് സാധ്യമാകുമാറാകട്ടെ. ഇരുട്ടിലേക്ക് വെളിച്ചം പരത്തുന്ന ഉജ്ജ്വല പ്രകാശത്തിന്റെ ഗോളങ്ങളായി മാറാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് സാധ്യമാകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.